ഹലോ ഹായ് നമസ്കാരം. സഹകാരി PSCയുടെ പുതിയൊരു SCRT സീരീസ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അടിസ്ഥാന ശാസ്ത്രത്തിലെ, അതായത് ബേസിക് സയൻസിലെ ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭാഗം 2 വരുന്ന ഒരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രം വളരെ രസകരമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ലേ. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും പലപ്പോഴും നമ്മൾ അടിസ്ഥാന ശാസ്ത്രത്തിൽ പഠിക്കുന്നത്. കുഞ്ഞു ക്ലാസ്സിലെ മുതൽക്കേ ഓരോ എക്സ്പെരിമെൻസിലൂടെയൊക്കെ പഠിച്ചു വന്നൊരു കാര്യമാണ് അടിസ്ഥാന ശാസ്ത്രം അഥവാ ബേസിക് സയൻസ് എന്ന് പറയുന്നത്. ഇന്ന് അതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെയുള്ള ചലനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ SCRT സീരീസിലെ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ 8 വരുന്ന ചലനം നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ മോഷൻസ് ഇൻ ഡെയിലി ലൈഫ് എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചലനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിവിധ തരം ചലനങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് നമുക്ക് ഒരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നത്, അങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതലൊന്നും നോക്കണ്ട, ആദ്യമേ തന്നെ നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് തന്നെ കടക്കാം. ചാപ്റ്ററിന്റെ പേരൊന്നും കൂടെ പറയാം, ചലനം നിത്യജീവിതത്തിൽ. ആദ്യം തന്നെ നോക്കിക്കേ, കുറച്ച് പിക്ചേഴ്സ് ആണ് ഈ ഒരു പാഠഭാഗത്തിൽ തന്നിരിക്കുന്നത്. ഒരു ജൈന്റ് വീലിന്റെ പിക്ചർ ഉണ്ട്, പിന്നെ മെറിഗോ റൗണ്ട്, കുട്ടികളൊക്കെ പാർക്കിൽ കളിക്കുന്നതാണ് അല്ലേ. അതുപോലെ കാർ റേസിംഗ്, ട്രെയിൻ ഇതേ പോകുന്നതിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കി തരുന്നത്? ചലനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുറച്ച് പിക്ചേഴ്സൊക്കെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ജൈൻറ്റ് വീൽ ഇങ്ങനെ കറങ്ങുന്നതും മെറിഗോ റൗണ്ടിൽ ഇങ്ങനെ കുട്ടികൾ ഇരുന്നിട്ട് ആ ഒരു ഹോഴ്സിലിരുന്ന് ഇങ്ങനെ കറങ്ങി പോകുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ഇമേജ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കിക്കേ, ദേ ഇവിടെ കണ്ടോ, പക്ഷികൾ പറക്കുന്നതിൻ്റെ ഒരു ഇമേജ് കാണിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ പക്ഷികൾ ഇവിടെ പറക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവ ചലിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്? അതിൻ്റെ സ്ഥാനത്തിന് വ്യത്യാസം വരുന്നുണ്ടല്ലേ. ആദ്യം ഇവിടെയായിരുന്നു, പിന്നീട് അത് പറന്ന് കുറച്ച് അങ്ങോട്ട് മാറി, വീണ്ടും അത് പറന്ന് മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ ചലനം മനസ്സിലാക്കുന്നത് ഇതിൽ വരുന്ന സ്ഥാനത്തിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ആ ചലന വ്യത്യാസം മനസ്സിലാക്കിയാണ് ഈ ഒരു പക്ഷി ചലിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചലനം എന്ന് പറയുന്നത്. എന്താണ് ചലനം? ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റത്തെയാണ് ചലനം എന്ന് പറയുന്നത്. എന്താണ് ചലനം എന്ന് പറയുന്നത്? ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റമാണ് ചലനം. അതാണ് നമ്മൾ ഇവിടെ ഈ ഒരു പക്ഷിയുടെ കേസിലും കണ്ടത്. എന്താണ്, ഇവിടെ നിന്ന് പറന്ന് പോകുമ്പോൾ ആദ്യം ഇവിടെയായിരുന്നത് പിന്നീട് ഇങ്ങോട്ടേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഈ വസ്തു ഇവിടെ നിന്നും ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ആ ഒരു വസ്തു ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു വസ്തുവിലേക്ക് മാറുന്നതിനെയാണ് അല്ലെങ്കിൽ ചലിക്കുന്നതിനെയാണ് ചലനം അഥവാ മോഷൻ എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റമാണ് ചലനം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്തായിരിക്കും നിശ്ചലാവസ്ഥ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്? എന്താണ്? ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കാത്ത അവസ്ഥയാണ് നിശ്ചലാവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ വെറുതെ നിൽക്കുകയാണ് ചെയ്യുന്നത്, ഇത് നിശ്ചലാവസ്ഥയിലാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്. ഞാൻ ഇവിടെ നിന്ന് നടക്കുമ്പോൾ എന്ത് ചെയ്യുവാണ്? എൻ്റെ സ്ഥാനത്തിന് വ്യത്യാസം വരുന്നുണ്ട്, മാറ്റം സംഭവിക്കുന്നുണ്ട്. അതിനെയാണ് ചലനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 പോയിന്റ്സും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ചലനം എന്നാൽ എന്താണ്? ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റത്തെയാണ് ചലനം എന്ന് പറയുന്നത്. നിശ്ചലാവസ്ഥ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് നിശ്ചലാവസ്ഥ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തത് നോക്കിക്കേ, ഇവിടെ ഒരു ഇമേജ് തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പാഠഭാഗത്തിൽ തന്നെ തന്നിട്ടുള്ളതാണ്. കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള രസകരമായിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ നമ്മുടെ SCRT പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതും 6ാം ക്ലാസ്സിൻ്റെ ആണല്ലേ ഇത്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ഇമേജസ് കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും പിക്ചേഴ്സ് ഒക്കെ പ്രസന്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, ജൈന്റ് വീലിൽ കുറച്ച് കുട്ടികൾ ഇരിക്കുന്നുണ്ട്. ഇവരെ നോക്കി ഭൂമിയിൽ അല്ലെങ്കിൽ താഴെയായിട്ട്
ഒരു കുട്ടി നിൽക്കുന്നുമുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഇതിൽ പറയുന്നത്. ആദ്യം അതായത് ജൈന്റ് വീലിൽ ഇരിക്കുന്ന കുട്ടി പറയുവാണ്, ജൈന്റ് വീല് കറങ്ങുമ്പോൾ എൻ്റെ സുഹൃത്ത് എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, സ്ഥാനം മാറുന്നില്ല, ഇപ്പോൾ ഞങ്ങൾ ചലിക്കുന്നില്ലേ എന്ന് ജൈന്റ് വീലിൽ ഇരിക്കുന്ന ഒരു കുട്ടി ആലോചിക്കുവാണ്. എന്നാൽ താഴെ നിൽക്കുന്ന ഒരു കുട്ടി ചിന്തിക്കുന്ന എന്താണ്, നിങ്ങൾ രണ്ടുപേരും ചലിക്കുന്നത് എനിക്ക് കാണാമല്ലോ, സ്ഥാനവും മാറുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്, ആ ജൈന്റ് വീലിൽ ഇരിക്കുന്ന കുട്ടിക്ക് ആ കുട്ടിയുടെ അടുത്തിരിക്കുന്ന ആൾ മാറുന്നില്ല, ഒരുമിച്ച് തന്നെയാണ് അവർ ഇരുന്നതും, കറങ്ങുമ്പോഴും അവർ ഒരുമിച്ച് തന്നെയാണ് ഇരിക്കുന്നതും. എന്നാൽ താഴെ നിന്ന് നോക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിലോ ഇവരുടെ സ്ഥലം അല്ലെങ്കിൽ ഇവർ ചലിക്കുന്നുണ്ട്, ഇവരുടെ സ്ഥാനം മാറുന്നതായിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ ആ താഴെ നിൽക്കുന്ന കുട്ടിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്, ഒരു വസ്തു ചലനത്തിലാണോ അല്ലയോ എന്ന് പറയുന്നത് മറ്റൊന്നിനെ ആസ്പദമാക്കിയാണ്. ഓക്കെ, ഒരു വസ്തു ചലനത്തിലാണോ അല്ലയോ എന്ന് പറയാൻ കഴിയുന്നത് മറ്റൊന്നിനെ ആസ്പദമാക്കിയാണ്. ജൈന്റ് വീലിലിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ഒപ്പം ഇരിക്കുന്ന സുഹൃത്തിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല. എന്നാൽ താഴെ നിൽക്കുന്ന കുട്ടിയെ അപേക്ഷിച്ചാണെങ്കിലോ ജൈന്റ് വീലിലിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്. ശരിയാണല്ലേ, നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ജൈന്റ് വീല് നമ്മുടെ മുന്നിൽ നിന്ന് കറങ്ങുമ്പോൾ അതിലിരിക്കുന്ന വ്യക്തികൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്. എന്നാൽ അതിനകത്തിരിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇത് എന്തിനെ ആസ്പദമാക്കിയാണ് ഈ ഒരു ജൈന്റ് വീല് ചലിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു ചലനം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതിനെയാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്. എന്താണ് അവലംബക വസ്തു എന്ന് പറയുന്നത്? അല്ലെങ്കിൽ റെഫറൻസ് ബോഡി എന്ന് പറയും. ഇവിടെ നോക്കിക്കേ, ഈ ഒരു ബോർഡ് ചലിക്കുന്നത് കണ്ടോ? നിങ്ങൾക്ക് കാണാവോ ഈ ഒരു ബോൾ ഇവിടെ നിന്ന് ചലിക്കുന്നത്? ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു റെഫറൻസ് ബോഡി ആയിട്ട് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ബോക്സും തന്നിട്ടുണ്ട് ഇവിടെ, അല്ലെ? ഈ ഒരു ബോക്സിനെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് പറയാൻ കഴിഞ്ഞത് ആ ഒരു ബോള് ചലിക്കുന്നുണ്ടായിരുന്നു എന്ന്. ക്ലിയർ ആണോ പറഞ്ഞത്? ഒന്നും കൂടെ നോക്കിക്കേ, ഈ ഒരു ബോള് ചലിച്ചത് ഈ ഒരു റെഫറൻസ് ബോഡിയെ അടിസ്ഥാനമാക്കിയിട്ടാണ്, ആ ഒരു ബോക്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതിനെ നമ്മൾ അവലംബക വസ്തുവായി എടുത്തുകൊണ്ടാണ് ആ ബോള് ചലിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഒരു വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഒരു അവലംബക വസ്തുവിന്റെ സഹായത്തോടെയാണ്, അല്ലെങ്കിൽ ഒരു റെഫറൻസ് ബോഡിയുടെ സഹായത്തോടെയാണ്. അപ്പൊ എന്താണ് അവലംബക വസ്തു അഥവാ റെഫറൻസ് ബോഡി എന്ന് പറയുന്നത്? ഒരു വസ്തുവിനെയോ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കി മാത്രമേ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കൂ. ഇതിനായി ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുവിനെയാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിനെയോ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കി മാത്രമേ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കും. നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് ചലനം? ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തെ ആണ് ചലനം എന്ന് പറയുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് ചലിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു അവലംബക വസ്തു വേണം. ഒരു വസ്തുവിനെയോ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കി മാത്രമേ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കൂ. ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അടിസ്ഥാന വസ്തുവാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഒരു സ്ഥാനത്തെ ആധാരമാക്കിയാണല്ലോ ഒരു വസ്തു ചലിക്കുന്നുവെന്നും നിശ്ചലമാണെന്നും കണ്ടെത്തിയത്. കുട്ടികൾ ചലിച്ചു എന്ന് നാം പറയുന്നത് അവർക്ക് സംഭവിക്കുന്ന സ്ഥാനമാറ്റത്തെ അടിസ്ഥാനമാക്കിയാണ്. അതായത് കുട്ടികൾ അവിടെ ചലിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയത് ആ കുട്ടി താഴെ നിന്ന് നോക്കിയപ്പോഴാണ് ആ ഒരു ജൈന്റ് വീല് കറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്ഥാനമാറ്റം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അത് ഒരു അവലംബക വസ്തുവിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഒരു റെഫറൻസ് ബോഡിയെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ചലിക്കുന്ന വസ്തുക്കൾ? നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളതാണ് ജലാശയത്തിൽ നീന്തുന്ന മത്സ്യം. നീന്തുന്ന മത്സ്യം എന്താണ്? ചലിക്കുന്നതാണ്. അതുപോലെ റോഡിലൂടെ നീങ്ങുന്ന കാറ്, ആ കാറിനും ചലനമുണ്ട് അല്ലേ? ഒരു കാറ് റോഡിലൂടെ സഞ്ചരിക്കുന്നു. അതുപോലെ ഒരു കുട്ടി ഊഞ്ഞാലാടുന്നു. ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നത്, ഒരു പക്ഷി പറക്കുന്നത്, ഒരു നദി ഒഴുകുന്നത്, ഇതെല്ലാം ചലനമാണ്. ഓക്കെ, എന്തൊക്കെയാണ് ചലിക്കുന്ന വസ്തുക്കൾ എന്ന് മനസ്സിലാക്കാനുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാൽ നിശ്ചല വസ്തുക്കൾ അല്ലെങ്കിൽ നിശ്ചലമായിട്ടുള്ള വസ്തുക്കൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? വീട്, പാറ, അതുപോലെ ഒരു മേശപ്പുറത്തിരിക്കുന്ന പുസ്തകം. അനങ്ങുന്നില്ല, ഒരു മേശപ്പുറത്ത് ഒരു പുസ്തകം ഇരിക്കുന്നു, അതെന്താണ്? ഒരു നിശ്ചല വസ്തുവാണ്. ഒരു മതിലിന്റെ മുകളിൽ ഇരിക്കുന്ന പന്ത് ഒരു നിശ്ചല വസ്തുവാണ്. ഒരു മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു കായ, അതുപോലെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനം, അതിലിരിക്കുന്ന വ്യക്തി എന്നെല്ലാം എന്താണ്? നിശ്ചല വസ്തുക്കൾക്ക് ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്ന ഒന്നാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ എന്താണ് ചലനം എന്ന് പറയുന്നത്? ഒരു വസ്തുവിന് സംഭവിക്കുന്ന സ്ഥാനമാറ്റത്തെയാണ് ചലനം എന്ന് പറയുന്നത്. ഒരു വസ്തു
ചലിക്കുന്നില്ല, ഒരു സ്ഥലത്ത് മാത്രമേ അത് നിൽക്കുന്നുള്ളൂ എങ്കിൽ അതിനെയാണ് നിശ്ചലാവസ്ഥ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവലംബക വസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിനെയോ ഒരു സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ അതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ചലനത്തെ നിരീക്ഷിക്കുന്നതെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അവലംബക വസ്തു അല്ലെങ്കിൽ റെഫറൻസ് ബോഡി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത് നോക്കിക്കേ, ചലനം ചലനം സർവത്ര ചലനം എന്ന തലക്കെട്ടിൽ നമ്മുടെ SCERT തന്നിരിക്കുന്നതാണ് ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ തുടങ്ങി പ്രപഞ്ചത്തിൽ എല്ലാം അനുനിമിഷം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ ഈ ചലനത്തെ ആധാരമാക്കിയാണ്. ഭൂമിയിൽ നിശ്ചലമാണെന്ന് കരുതുന്ന എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം ചലിക്കുന്നുണ്ട്. ചലനം മറ്റൊരു വസ്തുവിനെ അവലംബകമാക്കി മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ചലനം മറ്റൊരു വസ്തുവിനെ അവലംബകമാക്കി മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അവലംബകം മാറുമ്പോൾ നിശ്ചലമാണെന്ന് തോന്നുന്ന പല വസ്തുക്കളും ചലനത്തിലാണെന്ന് മനസ്സിലാക്കാം. ഭൂമിയെ അടിസ്ഥാനമാക്കി ചില വസ്തുക്കൾ നിശ്ചലമാണെന്ന് നാം മനസ്സിലാക്കിയല്ലോ. എന്നാൽ സൂര്യനെയും സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളെയും അടിസ്ഥാനമാക്കി ഭൂമിയും അതിലെ എല്ലാ വസ്തുക്കളും ചലനത്തിലാണ്. ഇവിടെ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? അതായത് എല്ലാം ചലിക്കുന്നുണ്ട്. നമുക്ക് ഭൂമിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കൊന്നും ചലിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ല. എന്നാൽ സൗരയൂഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഗോളത്തിൽ അല്ലെങ്കിൽ ഒരു നമ്മൾ എന്താ സ്പേസിലൊക്കെ നിന്ന് നോക്കുന്ന ടൈമിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ഭൂമി ചലിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഭൂമി മാത്രമല്ല, ഭൂമിയോടൊപ്പം തന്നെ എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട്? ചലിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ചലനത്തെ നമുക്ക് മറ്റൊരു വസ്തുവിനെ അവലംബകമാക്കി മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അവലംബകം മാറുന്നതനുസരിച്ചാണ് ആ ഒരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ക്ലിയർ ആണോ പറഞ്ഞേ? അത് മനസ്സിലാക്കാനുള്ള ഒരു പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ കുട്ടി നോക്കിക്കേ, പറയുവാണ് സ്കൂളും മരങ്ങളും ഒന്നും ചലിക്കുന്നില്ലല്ലോ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആ കുട്ടി ആലോചിക്കുവാണ്, സ്കൂളൊന്നും ചലിക്കുന്നില്ല, മരങ്ങളൊന്നും ചലിക്കുന്നില്ല, നിശ്ചലമായിട്ട് തന്നെ നിൽക്കുവാണ്. എന്നാൽ മറ്റൊരു കുട്ടി നോക്കിക്കേ, സ്കൂളും മരങ്ങളും ഒക്കെ ചലിക്കുന്നുണ്ടല്ലോ എന്ന് എവിടെ നിന്നാ പറയുന്നത്? ആ ഒരു ഭൂമിക്ക് പുറത്ത് മറ്റൊരു ഗോളത്തിൽ നിന്ന് അല്ലെങ്കിൽ സൗരയൂഥത്തിൽ നിന്നൊക്കെ വീക്ഷിക്കുമ്പോൾ ഭൂമി ചലിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതാണ് അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടുത്തെ അവലംബക വസ്തു എന്ന് പറയുന്നത് ഭൂമിയാണ്. ഭൂമിയെ അടിസ്ഥാനമാക്കി ചില വസ്തുക്കൾ നിശ്ചലമാണെന്ന് നാം ഇവിടെ നിന്നും മനസ്സിലാക്കി. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞെന്നുള്ളത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ചലനം മറ്റൊരു വസ്തുവിനെ അവലംബകമാക്കി മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അവലംബകം മാറുമ്പോൾ നിശ്ചലമാണെന്ന് തോന്നുന്ന പല വസ്തുക്കളും ചലനത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ നിശ്ചലാവസ്ഥയിൽ നിൽക്കുവാണ്, ഞാൻ ഇവിടെ നിന്ന് ചലിക്കുന്നുണ്ട് അല്ലെങ്കിൽ അനങ്ങുന്നുണ്ട് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ ഈ ഒരു അവലംബക വസ്തുവായിട്ട് ഏതിനെടുക്കാം? നമുക്ക് ഈ ഒരു സ്ക്രീനിനെ എടുക്കുമ്പോൾ മനസ്സിലാവും ഞാൻ ഇവിടെ നിന്ന് ചലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെ മറ്റൊരു വസ്തുവിനെ അവലംബകമാക്കി ആ ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ചലനം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നിരിക്കുന്നത്. ഗ്രഹങ്ങളായിക്കോട്ടെ, നക്ഷത്രങ്ങൾ, ഗാലക്സി തുടങ്ങി പ്രപഞ്ചത്തിൽ എല്ലാം അനുനിമിഷം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കിനി അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്ത പോയിന്റ് ആദ്യം എങ്ങനെയാണ് പറയുന്നത്? ഭൂമിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ചന്ദ്രൻ ചലിക്കുന്നതായി കാണാം. ഇവിടെ ഏതാണ് അവലംബക വസ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഭൂമിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ചന്ദ്രൻ എന്ത് ചെയ്യുന്നതായിട്ട് കാണാം? ചലിക്കുന്നതായിട്ട് കാണാം അല്ലെ? നമുക്കും തോന്നാറുണ്ട് ചന്ദ്രൻ ചലിക്കുന്നതായിട്ട്. അപ്പൊ ഇവിടെ ഏതാണ് അവലംബക വസ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചലനത്തിന്റെ സവിശേഷതയായിട്ടുള്ള രണ്ട് കാര്യമാണ്. ചലനം ആപേക്ഷികമാണ് അല്ലെങ്കിൽ മോഷൻ ഈസ് റിലേറ്റീവ് എന്ന് പറയാം. അതായത് ഒരു വസ്തു ചലിക്കുന്നുണ്ടോ അതോ ചലിക്കുന്നില്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ആ വസ്തുവിനെ നിരീക്ഷിക്കുന്ന നിരീക്ഷകനെ അനുസരിച്ചിരിക്കും അല്ലെങ്കിൽ ഒബ്സർവറിനെ അനുസരിച്ചിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ മോഷൻ ഈസ് റിലേറ്റീവ് അല്ലെങ്കിൽ ചലനം ആപേക്ഷികമാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്. ഇത് ചലനത്തിന്റെ രണ്ട് സവിശേഷതയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് അവലംബക വസ്തു അത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് അവലംബക വസ്തു അല്ലെങ്കിൽ റെഫറൻസ് ബോഡിയെ ബേസ് ചെയ്തിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിന്റെ ബേസിസിൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഭൂമിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ചന്ദ്രൻ ചലിക്കുന്നതായിട്ട് കാണാം. അതെന്ത് പറയുന്നത് ചലനത്തിന്റെ ആപേക്ഷിക സ്വഭാവമാണ് അല്ലെ?
അതായത് ഈ ഭൂമിയിൽ നിൽക്കുന്ന ഒരാൾ എപ്പോഴും ഭൂമിയിൽ നിന്ന് തന്നെയാണ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ചന്ദ്രൻ ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ചന്ദ്രൻ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? ഭൂമി ഇവിടെ ഒരു അവലംബക വസ്തുവാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. എന്താണ്? ഭൂമി ഇവിടെ ഒരു അവലംബക വസ്തുവാണ്. ഭൂമിയിൽ സ്ഥിരമായിട്ട് നിന്നുകൊണ്ട് കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചന്ദ്രൻ ചലിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇവിടുത്തെ അവലംബക വസ്തു എന്ന് പറയുന്നത് ആരാണ്? ഭൂമിയാണ്. ഭൂമിയാണ് ഇവിടുത്തെ അവലംബക വസ്തു എന്ന് പറയുന്നത്. ഭൂമി ഒരു അവലംബക വസ്തുവാണ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് ശരിയാണ്. ഭൂമി ഒരു അവലംബക വസ്തുവാണ്. ഒരു വസ്തുവിന്റെ ചലനമോ നിശ്ചലാവസ്ഥയോ നിർണ്ണയിക്കാൻ ഒരു അവലംബക വസ്തു ആവശ്യമാണ്. അത് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഒരു വസ്തു ചലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണോ എന്ന് നമുക്ക് നിർണ്ണയിക്കണമെങ്കിൽ അവിടെ എന്തിന്റെ ആവശ്യമുണ്ട്? ഒരു അവലംബക വസ്തുവിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു ചന്ദ്രൻ ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഭൂമിയെ ഒരു അവലംബക വസ്തുവായി എടുത്തതുകൊണ്ടാണ്. ഒരാൾ ഭൂമിയിൽ നിന്ന് സ്ഥിരമായി നിരീക്ഷിക്കുമ്പോൾ ഭൂമി എന്താണ്? ഒരു അവലംബക വസ്തുവാണ്. ചന്ദ്രൻ മൂവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ്? അവലംബക വസ്തുവിനെ അപേക്ഷിച്ചാണ് ഒരു വസ്തുവിന്റെ ചലനമോ നിശ്ചലാവസ്ഥയോ നിർണ്ണയിക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അവലംബക വസ്തുവിനെ അപേക്ഷിച്ചാണ് ഒരു വസ്തുവിന്റെ ചലനമോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണോ എന്ന് നിർണ്ണയിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഓർക്കുക. എന്താണ്? ഭൂമി ഒരു അവലംബക വസ്തുവാണ്. ഒരു വസ്തുവിന്റെ ചലനമോ നിശ്ചലാവസ്ഥയോ നിർണ്ണയിക്കാൻ ഒരു അവലംബക വസ്തു ആവശ്യമാണ്. അവലംബക വസ്തുവിനെ അപേക്ഷിച്ചാണ് ഒരു വസ്തുവിന്റെ ചലനം അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണോ ആ വസ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ പഠിച്ചത് എന്താണ് ചലനം എന്ന് പഠിച്ചു, എന്താണ് അവലംബക വസ്തു എന്ന് പഠിച്ചു, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ നിശ്ചലാവസ്ഥ എന്നാൽ എന്താണെന്ന് പഠിച്ചു, ഭൂമി ഒരു അവലംബക വസ്തു ആണോ അല്ലയോ എന്നും നമ്മൾ പഠിച്ചു. ക്ലിയർ ആണല്ലോ? അടുത്തതിലോട്ട് പോവാം. ജീവന്റെ നിലനിൽപ്പ് തന്നെ താളാത്മകമായ വിവിധ ചലനങ്ങളുടെ ഏകോപനത്തിലൂടെയാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ചലനം എക്സ്റ്റേണലി മാത്രമാണോ, അല്ലെങ്കിൽ നമ്മൾ നടക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു വസ്തു ചലിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറമേ മാത്രം നടക്കുന്ന കാര്യമാണോ ഈ ഒരു ചലനം എന്ന് പറയുന്നത്? അല്ല. നമ്മളൊരു പൂച്ചക്കുട്ടി കിടക്കുന്നത് നോക്കുവാണ്. ആ പൂച്ചക്കുട്ടി ശ്വസിക്കുന്നത് കാണാം അല്ലെ? അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു ചലനം നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ എന്ത് മനസ്സിലാവുന്നത്? നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ താളാത്മകമായിട്ടുള്ള വിവിധ ചലനങ്ങൾ ആവശ്യമാണ്. നമ്മുടെ ഹ്യൂമൻ ബോഡി, നമ്മുടെ മനുഷ്യ ശരീരത്തെ നിരീക്ഷിച്ചാൽ തന്നെ എന്തൊക്കെ ചലനങ്ങളാണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്തൊക്കെയാണ് ചലനങ്ങൾ നടക്കുന്നത്? നമ്മുടെ ശരീരത്തിനുള്ളിൽ ഹൃദയമിടിപ്പ് അതൊരു ചലനമാണ്. അതുപോലെ തന്നെ ശ്വസനം, പേശിയുടെ ചലനം, രക്തപര്യനം, ശ്വാസകോശത്തിന്റെ സങ്കോചവും വികാസവും, ഹൃദയമിടിപ്പ്, അതുപോലെ ദഹന പ്രക്രിയയിൽ ആഹാരത്തിന്റെ ചലനം, ഇവയെല്ലാം എന്താണ്? ചലനത്തിന് ഉദാഹരണമാണ്. അതായത് നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ചലനമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പുറമേ മാത്രമല്ല, നമ്മുടെ ശരീരത്തിനുള്ളിലും താളാത്മകമായിട്ട് വിവിധ തരത്തിലുള്ള ചലനങ്ങൾ നടക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പോർഷൻ എന്ത് ചെയ്തത് SCERT-യിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അടുത്തത് നോക്കിക്കേ, എന്തൊക്കെയാണ് വിവിധ തരത്തിലുള്ള ചലനങ്ങൾ? ചലനം എന്താണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി. അതുപോലെ അവലംബക വസ്തു എന്താണെന്ന് മനസ്സിലായി. ഇനി ഏതൊക്കെയാണ് വിവിധ തരത്തിലുള്ള ചലനങ്ങൾ? ഒരു രീതിയിൽ മാത്രമാണോ ചലനം സംഭവിക്കുന്നത്? അല്ല. അത് മനസ്സിലാക്കി തരാനായിട്ടാണ് ഈ ഒരു പിക്ചർ ഇവിടെ തന്നിരിക്കുന്നത്. ഇതേ നോക്കിക്കേ, സ്ലൈഡിൽ കൂടെ ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ചറുകി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മെറി ഗോ റൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു പാർക്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ? ഈ ഒരു റൈഡിലും എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികൾ കളിക്കുന്നുണ്ട്, ഊഞ്ഞാലാടുന്നുണ്ട്, സീസോയിൽ കളിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വിവിധ തരത്തിലുള്ള ചലനമാണ്. അപ്പൊ നമുക്ക് ഓരോ ചലനത്തെക്കുറിച്ചും ക്ലിയർ ആയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കാം. ആദ്യം തന്നെ നോക്കിക്കേ, ചലനം നേർരേഖയിൽ. എന്താണ് ചലനം നേർരേഖയിൽ? ഇതൊരു തരത്തിലുള്ള ഒരു ചലനമാണ്. ഇവിടെ ഒരു ഇമേജ് തന്നിട്ടുണ്ട് നമ്മുടെ SCERT. നമുക്കെല്ലാം ഈ ഒരു സയൻസിൽ, നമ്മൾ ബേസിക് സയൻസ് പഠിക്കുന്നതെല്ലാം എക്സ്പെരിമെന്റ്സിലൂടെയാണ്, ഓരോ നിരീക്ഷണങ്ങളിൽ കൂടെയാണ് നമ്മൾ കൺക്ലൂഷനിൽ എത്തുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതും അങ്ങനെയാണ് സ്കൂൾ കാലഘട്ടത്തിൽ അല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെയും SCERT ഓരോ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, ഓരോ എക്സ്പെരിമെന്റ്സിൽ കൂടിയാണ് അതിന്റെ കൺക്ലൂഷനിലോട്ട് എത്തുന്നത്. നമ്മളിപ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകണ്ട, നമുക്ക് എന്താണ് കാര്യം എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. പക്ഷെ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ ഓരോ പിക്ചേഴ്സും നമ്മളെ യൂസ് ചെയ്യും. അപ്പൊ എന്താണിത്? ചലനം നേർരേഖയിൽ. ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്, അതുപോലെ ഒരു ട്വൈൻ കെട്ടിയിട്ടുണ്ട്, പിന്നെ ബലൂണും വെച്ചിട്ടുണ്ട്, ഒരു സ്ട്രോയും വെച്ചിട്ടുണ്ട്. ആ സ്ട്രോയിൽ ബലൂണിനെ എന്ത്
ചെയ്യാണ്, ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. വീർപ്പിച്ച ബലൂണാണ്, കെട്ടിയും വെച്ചിട്ടുണ്ട് ബലൂൺ. ഇനി ഈ ബലൂണിന്റെ കെട്ടഴിക്കുമ്പോൾ ഈ ബലൂൺ എങ്ങോട്ടേക്കായിരിക്കും നീങ്ങുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു പിക്ചറിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. ഒന്ന് നോക്കിക്കേ, എന്തായിരിക്കും നിങ്ങളൊന്ന് നിരീക്ഷിച്ചിട്ട് പറഞ്ഞേ, ഈ ഒരു ബലൂണിന്റെ കെട്ടഴിക്കുമ്പോൾ അത് എങ്ങോട്ടേക്കായിരിക്കും ചലിക്കുന്നത്? ഇങ്ങോട്ടായിരിക്കും ചലിക്കുന്നത് അല്ലേ? അതായത് ഒരു നേർരേഖയിലോട്ടായിരിക്കും. ഇതിന്റെ കെട്ടഴിക്കുമ്പോൾ ഈ ബലൂണ് വേഗം ഇങ്ങോട്ടേക്കായിരിക്കും ചലിക്കുന്നത്. ആ ചലനത്തെയാണ് നേർരേഖയിലുള്ള ചലനം അല്ലെങ്കിൽ ചലനം നേർരേഖയിൽ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? നേർരേഖാ ചലനം അഥവാ ലീനിയർ മോഷൻ. ഒരു വസ്തുവിന്റെ നേർരേഖയിലുള്ള ചലനത്തെയാണ് നേർരേഖാ ചലനം അല്ലെങ്കിൽ രേഖാചലനം എന്ന് പറയുന്നത്. നേർരേഖാചലനം അല്ലെങ്കിൽ രേഖാചലനം അല്ലെങ്കിൽ ലീനിയർ മോഷൻ എന്നൊക്കെ പറയുന്നത്. ഒരു വസ്തുവിന്റെ നേർരേഖയിലുള്ള ചലനത്തെയാണ് നേർരേഖാചലനം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ചധികം ഉദാഹരണങ്ങൾ നോക്കാം. നേർരേഖാചലനത്തിന് എന്തൊക്കെയായിരിക്കും ഉദാഹരണം? സ്ലൈഡർ അല്ലെ, പാർക്കിൽ നമ്മൾ കണ്ടതാണ്. സ്ലൈഡിൽ കൂടി കുട്ടി ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരുന്നത്, അതെന്താണ്? നേർരേഖയിലുള്ള ചലനമാണ്. അതുപോലെ മാമ്പഴം ഞെട്ടറ്റ് വീഴുന്നു, ഒരു മരത്തിൽ നിന്ന് മാമ്പഴം ഞെട്ടറ്റ് വീഴുന്നത് താഴേക്ക്, അതൊരു നേർരേഖയിലുള്ള ചലനമാണ്. അതുപോലെ ലിഫ്റ്റിന്റെ ചലനം, ലിഫ്റ്റ് എന്ത് ചെയ്യാണ്? താഴേക്കും മുകളിലോട്ടും ഒക്കെ പോകുന്നത്, അതും നേർരേഖയിലുള്ള ചലനമാണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? വെടിയുണ്ടയുടെ ചലനം. നമ്മൾ വെടി വെക്കുമ്പോൾ അതെങ്ങനെയാ? നേരെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും പോകുന്നത് അല്ലെ? ആ വെടിയുണ്ടയുടെ ചലനം എന്ന് പറയുന്നത് നേർരേഖയിലുള്ള ചലനമാണ്. എയ്ത് വിട്ട അമ്പിന്റെ ചലനം, നമ്മളൊരു അമ്പ് എയ്ത് വിടുവാണ്, ആ അമ്പ് എയ്ത് വിടുമ്പോൾ അതിന്റെ ചലനം എങ്ങനെയാണ്? നേർരേഖയിലായിരിക്കും. കണ്ടോ, ഇത് നേർരേഖയിലാണ് അമ്പ് വരുന്നത്. റൺവേയിലൂടെയുള്ള വിമാനത്തിന്റെ ചലനവും എങ്ങനെയാണ്? നേർരേഖയിലുള്ള ചലനമാണ്. മനസ്സിലാക്കാനാണ് ഇതുപോലെ ഒരു പിക്ചറൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? സ്ലൈഡർ, പാർക്കിലുള്ള, ഇതൊക്കെ ഉദാഹരണമായിട്ട് ചോദിക്കാം. അതായത് വെടിയുണ്ടയുടെ ചലനം ഏത് രീതിയിലുള്ള ചലനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കുക നേർരേഖ ചലനമാണ്. കുറച്ചധികം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഇതുപോലുള്ള ഉദാഹരണങ്ങൾ കൂടി ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നോക്കുക, സ്ലൈഡർ, അതുപോലെ മാമ്പഴം ഞെട്ടറ്റ് വീഴുന്നത്, ലിഫ്റ്റിന്റെ ചലനം, വെടിയുണ്ടയുടെ ചലനം, എയ്ത് വിട്ട അമ്പിന്റെ ചലനം, റൺവേയിലൂടെ വിമാനത്തിന്റെ ചലനം, ഇതെല്ലാം നേർരേഖാ ചലനത്തിന് ഉദാഹരണമാണ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തയിലോട്ട് പോവാം. അടുത്തത് എന്താ പറയുന്നത്? ചലനം സ്വന്തം അക്ഷത്തിൽ. അതായത് സ്വന്തം അക്ഷത്തിൽ എങ്ങനെയാണ് ചലനം നടക്കുന്നത് അത് മനസ്സിലാക്കാൻ കൂടി നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇവിടെ SCERT-യിൽ ഇതുപോലൊരു ബോൾ, നമ്മുടെ ഐസ്ക്രീം ബോളാണ്, അത് തന്നിട്ടുണ്ട്. എന്നിട്ട് ആ ഐസ്ക്രീം ബോളിന്റെ രണ്ടറ്റത്തും, ആ ബോളിന്റെ രണ്ടറ്റത്തായിട്ട് ദ്വാരം ഇട്ടിട്ടുണ്ട്. ഒരു പെൻസിൽ എന്ത് ചെയ്യാണ്? ആ ദ്വാരത്തിൽ കൂടി ഇറക്കിയത് ഇതുപോലെ ഈ പിക്ചറിൽ കാണുന്ന രീതിയിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് അടപ്പ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി എന്ത് ചെയ്യാണ്? കറക്കി വിടുവാണ്. നമുക്കറിയാമല്ലേ ഈ ടെക്നിക്ക് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പമ്പരത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് എന്താ നമുക്ക് മനസ്സിലാവുന്നത്? ചലനം സ്വന്തം അക്ഷത്തിൽ. ഇതാണ് ഈ ഒരു ബോളിന്റെ അക്ഷം എന്ന് പറയുന്നത്. ഈ അക്ഷത്തെ ആസ്പദമാക്കിയാണ് ചലിക്കുന്നത്. അങ്ങനെ ഒരു വസ്തുവിനെ സ്വന്തം അക്ഷത്തെ ആസ്പദമാക്കി ചലിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഭ്രമണ ചലനം എന്ന് പറയുന്നത്, അഥവാ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയും. സ്വന്തം അക്ഷത്തെ ആധാരമാക്കി വസ്തുക്കൾ ചലിക്കുന്നതിനെയാണ് ഭ്രമണ ചലനം അഥവാ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു ഐസ്ക്രീം ബോളിന്റെ അക്ഷം എന്ന് പറയുന്നത്. ഇതിനെ ആസ്പദമാക്കിയായിരിക്കും ഈ ബോൾ എന്ത് ചെയ്യുന്നത്? കറങ്ങുന്നത് അല്ലെങ്കിൽ ചലിക്കുന്നത്. അങ്ങനെ സ്വന്തം അക്ഷത്തെ ആസ്പദമാക്കി ചലിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഭ്രമണ ചലനം അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കി കറങ്ങുന്നു അല്ലെങ്കിൽ ചലിക്കുന്നു എന്നത് ഭ്രമണ ചലനമാണെങ്കിൽ ഇതിന് നമുക്ക് ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് എടുക്കാൻ കഴിയുന്നതാണ് ഭൂമി അല്ലെ? ഭൂമി എങ്ങനെയാണ്? സ്വന്തം അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കി, നമുക്കൊരു ഇമാജിനറി ലൈനിനെയാണ് ആക്സിസ് അല്ലെങ്കിൽ അച്ചുതണ്ട് എന്നൊക്കെ പറയുന്നത്, അതിനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ആസ്പദമാക്കിയാണ് ഭൂമി കറങ്ങുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഭ്രമണ ചലനത്തിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്നതാണ് ഭൂമി. ഒരു വസ്തു സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതാണ് ഭ്രമണ ചലനം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ
ഭൂമി ഒരു ഭ്രമണചലനത്തിന് ഉദാഹരണമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഭൂമിയുടെ ഈ അച്ചുതണ്ടിൽ സ്വന്തം അക്ഷത്തിൽ അതായത് അച്ചുതണ്ടിൽ കറങ്ങുന്നതനുസരിച്ചാണ് നമുക്ക് ഡേ ആൻഡ് നൈറ്റ് അല്ലെങ്കിൽ ദിനരാത്രങ്ങൾ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ഭ്രമണചലനത്തെ അടിസ്ഥാനമാക്കിയാണ് ദിനരാത്രങ്ങൾ അല്ലെങ്കിൽ ഡേയും നൈറ്റും ഒക്കെ ഉണ്ടാവുന്നത്. ഭൂമിയുടെ ഭ്രമണം ദിനരാത്രങ്ങൾക്ക് കാരണമാകുന്നു. ഇങ്ങനെ ചോദിക്കാം PSCയിൽ, ഭൂമിയുടെ ദിനരാത്രങ്ങൾക്ക് കാരണമാകുന്ന ചലനം ഏത് എന്ന് ചോദിച്ചിട്ട് വിവിധ തരത്തിലുള്ള ഓപ്ഷൻ തരാം. ഭ്രമണചലനം എന്നും പരിക്രമണ ചലനം എന്നും നേർരേഖാ ചലനം എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് തരാം. അപ്പൊ അവിടെ കൺഫ്യൂസിങ് ആവരുത്. ഭൂമിയുടെ ദിനരാത്രങ്ങൾക്ക് കാരണമാകുന്ന ചലനം എന്ന് പറയുന്നത് ഭ്രമണ ചലനം ആണ് അഥവാ റൊട്ടേഷണൽ മോഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. ഭൂമിയുടെ അച്ചുതണ്ട് സാങ്കല്പികമാണ് അല്ലെ. നമുക്കറിയാം ഭൂമിയുടെ അച്ചുതണ്ട് എന്ന് പറയുന്നത് സാങ്കല്പികമാണ്. ഈ സാങ്കല്പികമായിട്ടുള്ള അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ആസ്പദമാക്കിയാണ് ഭൂമി ചലിക്കുന്നത്. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണചലനം അല്ലെങ്കിൽ സ്വയം കറങ്ങുന്നത് ഭ്രമണചലനമാണ്. ഓക്കെ ആണല്ലോ. ഭ്രമണചലനം എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം അക്ഷത്തെ ആസ്പദമാക്കി ചലിക്കുന്നതിനെയാണ് ഭ്രമണചലനം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും മികച്ച ഉദാഹരണം എന്ന് പറയുന്നത് ഭൂമിയാണ്. ഭൂമി സ്വന്തം അക്ഷത്തെ അല്ലെങ്കിൽ ഭൂമിയുടെ സാങ്കല്പികമായിട്ടുള്ള അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണചലനം എന്ന് പറയുന്നത്. സ്വയം കറങ്ങുന്നതാണ് ഭ്രമണചലനം എന്ന് പറയുന്നത്. ഈ ഭ്രമണചലനമാണ് ഭൂമിയുടെ ദിനരാത്രങ്ങൾക്ക് കാരണമാകുന്നത് അല്ലെങ്കിൽ ഡേയും നൈറ്റും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണം ഭ്രമണചലനമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദിനരാത്രങ്ങൾക്ക് കാരണമാകുന്നത് ഭ്രമണചലനമാണെന്ന് പറഞ്ഞു. നമ്മുടെ സീസൺസ് അല്ലെങ്കിൽ ഋതുക്കളൊക്കെ വരുന്നത് ഏത് രീതിയിലുള്ള ചലനത്തെ ആസ്പദമാക്കിയാണ്? നമ്മുടെ സ്വന്തം അക്ഷത്തെ ആസ്പദമാക്കി കറങ്ങുന്നതാണ് എന്തെന്ന് നമ്മൾ പറഞ്ഞു? ഭ്രമണം എന്ന് പറഞ്ഞു. അതാണ് ഭൂമിക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞത്. എന്നാൽ സൂര്യന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഭൂമി ചലിക്കുന്നുണ്ട് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. റെവല്യൂഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അങ്ങനെ ചലിക്കുന്നത് അതായത് സ്വന്തം അക്ഷത്തെ ആസ്പദമാക്കി അല്ലാതെ പുറത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ആസ്പദമാക്കി ചലിക്കുന്നതിനെയാണ് പരിക്രമണ ചലനം അല്ലെങ്കിൽ റെവല്യൂഷണറി മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ പരിക്രമണ ചലനമാണ് ഏതിനുദാഹരണം? സീസൺസ് മാറി വരുന്നതിന് ഉദാഹരണം എന്ന് പറയുന്നത് പരിക്രമണ ചലനമാണ് അല്ലെങ്കിൽ ഋതുക്കൾ മാറുന്നതിനുള്ള ഉദാഹരണം എന്ന് പറയുന്നത് പരിക്രമണ ചലനം ആണ്. എന്നാൽ ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഏത് തരത്തിലുള്ള ചലനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭ്രമണ ചലനമാണ്. ഓക്കെ, നമ്മുടെ സൂര്യനെ ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി കറങ്ങുന്നുണ്ട്. അത് മറ്റൊരു വസ്തുവിന് ചുറ്റുമാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പരിക്രമണ ചലനം എന്നാണ് പറയുന്നത്. എന്നാൽ സ്വന്തം അക്ഷത്തെ ആസ്പദമാക്കി ഭൂമി കറങ്ങുമ്പോൾ അല്ലെങ്കിൽ സാങ്കല്പികമായിട്ടുള്ള അച്ചുതണ്ടിൽ കൂടി ഭൂമി കറങ്ങുമ്പോൾ അതിനെ ഭ്രമണ ചലനം എന്നാണ് പറയുന്നത്. ഇത് തമ്മിൽ കൺഫ്യൂസിംഗ് ആയി പോകരുത്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഭൂമി ഭ്രമണ ചലനത്തിന് ഉദാഹരണമാണെന്ന് പറഞ്ഞു. കുറച്ചുകൂടി ഉദാഹരണം നമുക്ക് നോക്കാം ഭ്രമണചലനത്തിന്. വാഹനങ്ങളുടെ ചക്രങ്ങളുടെ കറക്കം, അതായത് വാഹനത്തിന്റെ ഈ ചക്രത്തിന്റെ കറക്കം എന്ന് പറയുന്നത് ഏതിന് ഉദാഹരണമാണ്? ഭ്രമണചലനം അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷന് ഉദാഹരണമാണ്. അതുപോലെ പമ്പരം കറങ്ങുന്നത്, ഇവിടെ സ്വന്തം അക്ഷത്തെ ആസ്പദമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പമ്പരം കറങ്ങുന്നത് അല്ലെ. അപ്പോൾ ഇതും ഏതിന് ഉദാഹരണമാണ്? നമ്മുടെ ഭ്രമണചലനം അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷന് ഉദാഹരണമാണ്. അതുപോലെ മിക്സിയിലെ ജാറിന്റെ കറക്കം എന്ന് പറയുന്നതും ഏതിന് ഉദാഹരണമാണ്? ആ ഒരു ബ്ലേഡ്, മിക്സിയിലെ ജാറിലെ ബ്ലേഡിന്റെ കറക്കം എന്ന് പറയുന്നതും സ്വന്തം അക്ഷത്തെ ആസ്പദമാക്കിയാണ്. അതും ഏതിന് ഉദാഹരണമാണ്? ഭ്രമണചലനം അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷന് ഉദാഹരണമാണ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ഒരു ചലനം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ചലനമാണ് അടുത്ത നമുക്ക് പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ചലനം വൃത്തപാതയിൽ. അപ്പൊ നമ്മളിപ്പോ രണ്ട് തരത്തിലുള്ള ചലനം പഠിച്ചു. ഒന്ന് നേർരേഖാചലനവും രണ്ട് ഭ്രമണചലനവും പഠിച്ചു. ഇനി എന്താണ് ചലനം വൃത്തപാതയിൽ എന്ന് പറയുന്നത്? ഇവിടെ നോക്കിക്കോ, ഒരു ഇമേജ് തന്നിട്ടുണ്ട്. ഒരു തടിയുടെ സ്കെയിൽ എടുത്തിട്ടുണ്ട്. അതിന്റെ രണ്ട് ഭാഗത്തുമായിട്ട് ഇവിടെ രണ്ടിടത്തായിട്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളില് ആദ്യത്തെ ഹോളിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ആണി, ഒരു നെയില് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു പെൻസിലും എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു ഹോളിനകത്തോട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ഈ ഒരു രീതിയിൽ ഒരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കുവാണ് അല്ലെ. അതായത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിൽ
പ്രസ് ചെയ്ത് അല്ലെങ്കിൽ പോയിന്റ് വെച്ചുകൊണ്ട് ഇവിടേക്ക് എന്ത് ചെയ്യുവാണ്, ഒരു പെൻസിലിട്ട് ഒരു വളയം വരയ്ക്കുവാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വൃത്തം അവിടെ രൂപപ്പെടുന്നുണ്ടല്ലേ. ഇങ്ങനെ രൂപപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഒരു വൃത്തപാതയിൽ കൂടി വസ്തു ചലിക്കുന്നതിനെയാണ് വർത്തുള ചലനം അഥവാ സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. വസ്തുക്കളുടെ വൃത്താകാരമായ പാതയിലുള്ള ചലനത്തെയാണ് വർത്തുള ചലനം അല്ലെങ്കിൽ സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. ഒരു വസ്തു വൃത്തപാതയിൽ കൂടി, ഈ ഒരു വസ്തു എന്ത് ചെയ്യാണ്, ഈ ഒരു പെൻസില് വൃത്തപാതയിൽ കൂടി അല്ലെങ്കിൽ ഒരു സർക്കുലർ മോഷനിലാണ് ചലിക്കുന്നത്. അങ്ങനെ ചലിക്കുന്ന വസ്തുക്കളെയാണ് വർത്തുള ചലനം എന്ന് പറയുന്നത്. അങ്ങനെ ചലിക്കുന്ന വസ്തുവിനെയാണ് എന്തെന്ന് പറയുന്നത്, വർത്തുള ചലനം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ നോക്കിക്കേ, അതിന് ഉദാഹരണം ക്ലോക്കിലെ സെക്കൻഡ് സൂചി ചലിക്കുന്നത്. ക്ലോക്കിലെ സെക്കൻഡ് സൂചി എങ്ങനെയാണ് ചലിക്കുന്നത്, ഈ രീതിയിലാണ് അല്ലേ, ഒരു വൃത്താകാര പാതയിൽ കൂടിയാണ് ചലിക്കുന്നത്. അതുപോലെ തന്നെ ചരടിൽ കെട്ടിയ കല്ല് കറക്കുമ്പോൾ കല്ലിന്റെ ചലനം. ഒരു കല്ല് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ചരടിൽ കെട്ടിയിട്ട് ആ കല്ലിനെ ഇങ്ങനെ കറക്കുവാണ്. ആ ചരട് ഇങ്ങനെ കറക്കുമ്പോൾ ഉണ്ടാവുന്നത് ഒരു വൃത്താകാരമായിട്ടുള്ള ചലനമാണ്. അതെന്തിന് ഉദാഹരണമാണ്, വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. അതുപോലെ മെറി ഗോ റൗണ്ടിലെ കസേര, കണ്ടോ, ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് മെറി ഗോ റൗണ്ടിലെ കസേര എന്ന് പറയുന്നത്. ഇതിലും കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കറങ്ങുമ്പോൾ അവിടെയും രൂപപ്പെടുന്നത് ഒരു റൗണ്ട് അല്ലെങ്കിൽ ഒരു വർത്തുള ചലനമാണ് രൂപപ്പെടുന്നത്. അതുപോലെ കളിപ്പാട്ട ട്രെയിൻ വൃത്താകൃതിയിലുള്ള ട്രാക്കിലൂടെ സഞ്ചരിക്കുന്നത്. നോക്കിക്കേ, ഒരു വൃത്താകൃതിയിലുള്ള ഒരു ട്രാക്കിൽ കൂടി ഈ ഒരു കളിപ്പാട്ട ട്രെയിൻ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്നതും ഒരു വർത്തുള ചലനമാണ്. പിന്നെന്താ, ഇലക്ട്രിക് ജനറേറ്റർ, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ, ഫാനിലെ ബ്ലേഡിന്റെ അഗ്രത്തൊട്ടിച്ച പൊട്ടിന്റെ ചലനം. അതായത് നമ്മുടെ ഫാനിന്റെ ലീഫില് ഒരറ്റത്ത് എന്തെങ്കിലും ഒരു പോയിന്റോ അല്ലെങ്കിൽ ഒരു പൊട്ടോ ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് കറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ചലനം എന്ന് പറയുന്നതും എന്താണ്, വർത്തുള ചലനമാണ്. അപ്പൊ ഈ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക. PSC ചിലപ്പോൾ ഒരു ഉദാഹരണം തന്നിട്ട് ഇത് ഏത് ചലനത്തിന് ഉദാഹരണമാണ് എന്നായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും അധികം ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ചരടിൽ കെട്ടിയ കല്ല് കറക്കുമ്പോൾ കല്ലിനുണ്ടാവുന്ന ചലനം എന്ന് പറയുന്നത് വൃത്താകൃതിയിലുള്ള അല്ലെങ്കിൽ വൃത്തപാതയിലുള്ള വർത്തുള ചലനം ആണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു PYQ ശ്രദ്ധിക്കാം നമുക്ക്. വർത്തുള പാതയിൽ ചലിക്കുന്ന ഒരു വസ്തുവിന് വൃത്ത കേന്ദ്രത്തിൽ നിന്നുണ്ടാവുന്ന ബലത്തെ പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബലമാണ് അവിടെ രൂപപ്പെടുന്നത്? ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതായത് വൃത്തപാതയിൽ ഒരു വസ്തു ചലിക്കുമ്പോൾ അതിന്റെ വൃത്ത കേന്ദ്രത്തിൽ അനുഭവപ്പെടുന്ന ബലം ഏതാണ്? ഓക്കെ, ആ ബലത്തെയാണ് അഭികേന്ദ്രീയ ബലം എന്ന് പറയുന്നത്. എന്താണ് അഭികേന്ദ്രീയ ബലം അഥവാ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയും. അഭികേന്ദ്ര ബലം അഥവാ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കല്ല് നമ്മളിങ്ങനെ ഒരു ചരടിൽ കെട്ടി കറക്കുമ്പോൾ അവിടെ ഒരു വൃത്തപാതയാണ് രൂപപ്പെടുന്നത്. അതിനെയാണ് വർത്തുള ചലനം എന്ന് പറയുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കല്ലിനെ ഇങ്ങനെ കറക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വൃത്ത കേന്ദ്രത്തിൽ രൂപപ്പെടുന്ന ബലമുണ്ട്. ആ ബലത്തെയാണ് അഭികേന്ദ്രീയ ബലം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്തു വെക്കുക, അഭിയുടെ കയ്യിലെ കല്ല് എന്ന് ഓർത്തു വെക്കുക. അതായത് അഭികേന്ദ്രീയ ബലം എന്ന് പറഞ്ഞു, അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അഭിയുടെ കയ്യിലെ കല്ല് എന്ന് പറയുന്നത്. എന്താണ്, അഭി ഇങ്ങനെ കല്ല് കറക്കുന്ന സമയത്ത് ഇവിടെ കയ്യിൽ അനുഭവപ്പെടുന്ന, അതായത് കൈ കല്ലിന് കൊടുക്കുന്ന ബലത്തെയാണ് അഭികേന്ദ്രീയ ബലം എന്ന് പറയുന്നത്. അതായത് ആ ഒരു വൃത്തപാതയിലെ വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന ബലം, ഈ കൈ കല്ലിന് കൊടുക്കുന്ന ബലമാണ് അഭികേന്ദ്രീയ ബലം. അപ്പോൾ അഭിയുടെ കയ്യിലെ കല്ല് എന്നൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇത് തിരികെ, അതായത് കൈ കല്ലിന് മേൽ നൽകുന്ന ബലത്തെയാണ് നമ്മൾ അഭികേന്ദ്രീയ ബലം, അതിനാണ് നമ്മൾ അഭിയുടെ കയ്യിലെ കല്ല് എന്ന് പഠിച്ചത്. ഇതുപോലെ കല്ല് തിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കൈയുടെ മേലിലും ബലം പ്രയോഗിക്കുന്നുണ്ട്. അതിന് നമ്മൾ പറയുന്നതാണ് അപകേന്ദ്ര ബലം എന്ന് പറയും. ഓക്കെ, എന്താണ് അപകേന്ദ്ര ബലം എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മുടെ കൈ കല്ലിന് മേൽ പ്രയോഗിക്കുന്ന ബലത്തെയാണ് അഭികേന്ദ്രീയ ബലം എന്നും, അതുപോലെ കല്ല് തിരിച്ച് കൈയുടെ മേൽ കൊടുക്കുന്ന ബലത്തെ അപകേന്ദ്ര ബലം എന്ന് പറയും. സെൻട്രിപെറ്റൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും. അപ്പൊ നിങ്ങൾ ഇത് ഓർത്തു വെക്കുക. അഭിയുടെ കയ്യിലെ കല്ല് എന്നുള്ളത് മാത്രം ഓർത്തു വെക്കുക. കൈ കല്ലിൽ പ്രയോഗിക്കുന്ന ബലത്തെയാണ് അഭികേന്ദ്രീയ ബലം എന്നും, അതുപോലെ തിരിച്ച് കല്ല് കയ്യിൽ ഏൽപ്പിക്കുന്ന ബലത്തെയാണ് അപകേന്ദ്ര ബലം എന്നും മനസ്സിലാക്കുക. അഭികേന്ദ്രീയ ബലവും അഭികേന്ദ്രീയ ബലം, അതുപോലെ തിരിച്ച് അതിന് വിപരീതമായിട്ട് സംഭവിക്കുന്നതാണ് അപകേന്ദ്ര ബലം എന്ന് പറയുന്നത്. അപകേന്ദ്ര
ബലം. അപ്പൊ ഇത് നിങ്ങൾ ഓർത്ത് വെക്കാനാണ് ഞാൻ ഈ ഒരു കോഡ് പറഞ്ഞു തന്നത്. അഭിയുടെ കയ്യിലെ കല്ല് എന്നുള്ളത് ഓർത്ത് വെക്കുക. കൈ കല്ലിന്മേൽ പ്രയോഗിക്കുന്നു, അഭി കറക്കുന്ന ആ കല്ല്, അഭിയുടെ കയ്യിലെ കയ്യിലെ ബലം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു വൃത്ത കേന്ദ്രത്തിലുള്ള ബലം കല്ലിൽ നൽകുന്നതിനെയാണ് അഭികേന്ദ്രീയ ബലം എന്ന് പറയുന്നത്. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുന്നത്, തിരിച്ച് കല്ല് കൈക്ക് മേൽ നൽകുന്ന ബലത്തെയാണ് അപകേന്ദ്ര ബലം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് വർത്തുള ചലനമാണ്. വൃത്തപാതയിൽ കൂടി ഒരു വസ്തു ചലിക്കുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വർത്തുള ചലനം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചലനം എന്താണ്, ചലനം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്താണ് ഈ ചലനം അങ്ങോട്ടും ഇങ്ങോട്ടും? ദേ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ ഒരു നെയിലില് എന്ത് ചെയ്യുവാണ്, ഒരു നൂലിൽ കെട്ടി കല്ല് തൂക്കിയിട്ടിരിക്കുവാണ്. ഓക്കെ, ഇവിടെ ഒരു നെയിലുണ്ട്, ഇതിൽ ഒരു നൂല് കെട്ടിയിട്ടുണ്ട്. ആ നൂലിന്റെ അഗ്രഭാഗത്തായിട്ട് ഒരു സ്റ്റോൺ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിയുള്ള വസ്തു എന്ത് ചെയ്തിട്ടുണ്ട്, കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നിശ്ചലാവസ്ഥയിലാണെങ്കിൽ ഇതായിരിക്കും അതിന്റെ തുലന സ്ഥാനം എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് ഒന്ന് ആ ഒരു ആണിയില് നൂല് കോർത്ത് നമ്മുടെ കല്ല് എന്ത് ചെയ്യുവാണ്, അതിൽ കെട്ടിയിട്ടിരിക്കുവാണ്. ഇങ്ങനെ ഇതാണ് അതിന്റെ തുലന സ്ഥാനം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇതാണ് എന്ത്, അതിന്റെ തുലന സ്ഥാനം. ഇതിനെ ജസ്റ്റ് ഞാനൊന്ന് തട്ടി വിടുവാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഇങ്ങോട്ടും അങ്ങോട്ടേക്കും ചലിക്കും അല്ലേ. ഇതേ ദിശയിൽ തന്നെയായിരിക്കും അത് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്ന ആരോ മാർക്ക് പോലെ ആയിരിക്കും അത് ചലിക്കുന്നത്. ഇങ്ങനെ ചലനം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദോലനം എന്ന് പറയുന്നത്. എന്താണ് ദോലനം എന്ന് പറയുന്നത്? തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഒരു വസ്തു ഇരുവശങ്ങളിലേക്കും നടത്തുന്ന ചലനമാണ് ദോലനം. തുലന സ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്, ഈ കാണിച്ചിരിക്കുന്നതാണ് തുലന സ്ഥാനം. ഈ തുലന സ്ഥാനത്തെ ആസ്പദമാക്കി വസ്തു അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചലിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ദോലനം എന്ന് പറയുന്നത്. അതിനെയാണ് ദോലനം എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ചലനം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഒരു വസ്തു ഇരുവശങ്ങളിലേക്കും നടത്തുന്ന ചലനത്തെയാണ് ദോലനം എന്ന് പറയുന്നത്. അപ്പൊ ദോലനത്തിന് ഉദാഹരണം എന്തൊക്കെയായിരിക്കും? ഊഞ്ഞാലിന്റെ ചലനം. അതെ കണ്ടോ, ഊഞ്ഞാല് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചലിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ നോക്കിക്കേ, പെൻഡുലത്തിന്റെ ചലനം. ഇവിടെ പെൻഡുലം ഇങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ട്. അതും ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കിയാണ് പെൻഡുലം ചലിക്കുന്നത്. പിന്നെ എന്താ, സ്പ്രിങ്ങിലെ ഭാരം. നമ്മളൊരു ഭാരം തൂക്കുവാണെങ്കിൽ സ്പ്രിങ് എന്ത് ചെയ്യും, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചലിക്കുന്നത് കാണാം. അതും ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കിയാണ്. വാഹനത്തിലെ വൈപ്പറിന്റെ ചലനം. ഒരു വാഹനത്തിലെ വൈപ്പർ ചലിക്കുന്നത് എങ്ങനെയായിരിക്കും, ഇതുപോലെ ആയിരിക്കും അല്ലെ. അതും എന്ത് ചെയ്യാണ്, ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കിയാണ് ചലിക്കുന്നത്. അപ്പൊ വാഹനത്തിലെ വൈപ്പറിന്റെ ചലനവും എന്തിനുദാഹരണമാണ്, ദോലനത്തിന് ഉദാഹരണമാണ്. തൂക്കിയിട്ട് തൂക്കുവിളക്കിന്റെ ചലനം. ഇതുപോലെ ഒരു തൂക്കുവിളക്ക് തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ഇത് ചലിക്കുന്നതും എങ്ങനെയായിരിക്കും, ഈ രീതിയിലായിരിക്കും. അപ്പോൾ ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കിയാണ് തൂക്കിയിട്ട തൂക്കുവിളക്ക് ചലിക്കുന്നത്. അതുപോലെ ഉത്തേജിപ്പിച്ച ട്യൂണിംഗ് ഫോർക്കിന്റെ ഭുജങ്ങളുടെ ചലനം. നമ്മൾ സ്കൂളിലൊക്കെ പണ്ട് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ, ഈ ഒരു ബേസിക് സയൻസ് പഠിക്കുന്ന ടൈമിൽ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും, സ്കൂൾ ലാബിൽ പോകുമ്പോൾ ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്നത് അല്ലേ. അതിലൊരു ഹാമർ കാണും. ആ ഹാമർ ഇട്ട് ഈ ട്യൂണിംഗ് ഫോർക്കിൽ തട്ടുമ്പോൾ അത് എന്ത് ചെയ്യുന്നതായിട്ട് കാണാം, അതിനൊരു ദോലനം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചലിക്കുന്നതായിട്ട് കാണാം. വളരെ ചെറിയ രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ, പക്ഷെ അത് ചലിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്, ഉത്തേജിപ്പിച്ച ട്യൂണിംഗ് ഫോർക്കിന്റെ ഭുജങ്ങളുടെ ചലനം എന്തിനുദാഹരണമാണ്, ദോലനത്തിന് ഉദാഹരണമാണ്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി വെക്കുക. ഊഞ്ഞാലിന്റെ ചലനം ദോലനത്തിന് ഉദാഹരണമാണ്. പെൻഡുലത്തിന്റെ ചലനം സ്പ്രിങ്ങിലെ ഭാരം, വാഹനത്തിലെ വൈപ്പറിന്റെ ചലനം, തൂക്കിയിട്ട തൂക്കുവിളക്കിന്റെ ചലനം, അതുപോലെ ട്യൂണിംഗ് ഫോർക്കിന്റെ ഭുജങ്ങളുടെ ചലനം എന്ന് പറയുന്നതൊക്കെ എന്തിനുദാഹരണമാണ്, ദോലനത്തിന് ഉദാഹരണമാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് കമ്പനം എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മൾ ദോലനം എന്താണെന്ന് പഠിച്ചു. കമ്പനം എന്ന് പറയുന്നത് ദ്രുതഗതിയിൽ, അതായത് വളരെ വേഗത്തിൽ ദോലനം സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് കമ്പനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് പറയും. കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് പറയുന്നത് ദ്രുതഗതിയിലുള്ള ദോലനത്തെയാണ് കമ്പനം എന്ന് പറയുന്നത്. ദ്രുതഗതിയിലുള്ള ദോലനം എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ. ദോലനം എന്താണെന്ന് നമ്മൾ പഠിച്ചു. തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഒരു വസ്തു ചലിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ദോലനം എന്ന് പറയുന്നത് പറഞ്ഞു. അപ്പൊ ആ ദോലനം വളരെ വലിയ വേഗത്തിൽ നടക്കുവാണ് അല്ലെങ്കിൽ ദ്രുതഗതിയിൽ നടക്കുവാണെങ്കിൽ അതിനെയാണ് കമ്പനം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതിന് ഉദാഹരണമായിട്ട് നോക്കിക്കേ കുറച്ച് പിക്ചേഴ്സ്. ഇതാണ്, നിങ്ങൾ ഈ ഒരു ട്യൂണിംഗ് ഫോർക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഇത് ഇവിടെ നോക്കുക.
ട്യൂണിംഗ് ഫോർക്ക് ഇതിൻ്റെ ഭുജം, ഒരു ഹാമർ കാണും, ഒരു റബ്ബർ ഹാമർ കാണും. അതിട്ട് ഇവിടെ തട്ടുന്ന സമയത്ത് അതിനൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ചലനം കാണാം. അത് വളരെ വേഗത്തിലുള്ള ഒരു ചലനമായിരിക്കും സംഭവിക്കുന്നത്. അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് ദേ റബ്ബർ ബാൻഡ് ഇങ്ങനെ തന്നിരിക്കുന്നത്. രണ്ടുപേര് റബ്ബർ ബാൻഡിനെ വലിച്ചു പിടിച്ചിട്ട് അതിൻ്റെ നടുക്ക് ആ ഒരു റബ്ബറിൽ ഇങ്ങനെ നമ്മൾ തട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ആ റബ്ബർ ബാൻഡ് ചലിക്കുന്നത് കാണാം. അത് ഏതിന് ഉദാഹരണമാണ്? കമ്പനത്തിന് ഉദാഹരണമാണ്. അതുപോലെ ഒരു സ്കെയില്, ഒരു സ്റ്റീൽ സ്കെയില് നമ്മളൊരു മേശപ്പുറത്ത് എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം മേശപ്പുറത്താക്കി അമർത്തി പിടിക്കുക, മറ്റേ ഭാഗം പുറത്തായിരിക്കും കിടക്കുന്നത്. ഈ പുറത്ത് കിടക്കുന്ന ഭാഗത്തിൽ വളരെ നല്ല രീതിയിൽ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തട്ടിക്കഴിഞ്ഞാൽ ഈ സ്കെയിൽ എന്ത് ചെയ്യുന്നതായിട്ട് കാണാം? ചലിക്കുന്നതായിട്ട് കാണാം. ഈ ചലിക്കുന്നത് വളരെ വേഗത്തിലായിരിക്കും. അതാണ് കമ്പനം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ദ്രുതഗതിയിലുള്ള ദോലനത്തെയാണ് കമ്പനം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ഈ ഒരു ട്യൂണിംഗ് ഫോർക്ക്. ട്യൂണിംഗ് ഫോർക്കിൽ നമ്മൾ ഹാമർ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാവുന്നത്. അതുപോലെ ഈ ഒരു റബ്ബർ ബാൻഡ്, ഈ ഒരു സ്കെയിലിൻ്റെയൊക്കെ ഉദാഹരണം എന്തിനുള്ളതാണ്? കമ്പനത്തിന് ഉദാഹരണമാണ്. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെയാണ് കമ്പനം എന്ന് വിളിക്കുന്നത്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെയാണ് കമ്പനം എന്ന് വിളിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ കമ്പനങ്ങളും ദോലനങ്ങളാണ്, എന്നാൽ എല്ലാ ദോലനങ്ങളും കമ്പനങ്ങളല്ല. ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഉറപ്പായിട്ടും അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് വരാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് തന്നെയാണിത്. എല്ലാ കമ്പനങ്ങളും ദോലനങ്ങളാണ്. നമ്മൾ പറഞ്ഞു ദോലനം ദ്രുതഗതിയിലാവുന്നത് അല്ലെങ്കിൽ വളരെ വേഗത്തിൽ നടക്കുന്നതാണ് കമ്പനം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മനസ്സിലാക്കുക, എല്ലാ കമ്പനങ്ങളും എന്താണ്? ദോലനങ്ങളാണ്. എന്നാൽ എല്ലാ ദോലനങ്ങളും എന്തല്ല? കമ്പനങ്ങളല്ല. അതായത് ദ്രുതഗതിയിൽ നടക്കാത്ത ദോലനങ്ങളും ഉണ്ട്. ഒരു ഊഞ്ഞാൽ ആടുക എന്ന് പറയുന്നത് ദോലനത്തിന് ഉദാഹരണമാണ്. എന്നാൽ അത് കമ്പനമാണോ? അതായത് വളരെ വേഗത്തിൽ അത് നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് എന്തല്ല? കമ്പനം അല്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എല്ലാ കമ്പനങ്ങളും എന്ത് തന്നെയാണ്? ദോലനമാണ്. എന്നാൽ എല്ലാ ദോലനങ്ങളും എന്തല്ല? കമ്പനങ്ങളല്ല. ഈ ഒരു പോയിന്റ് ഉറപ്പായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചോ. ഒരു മാർക്ക് ഇവിടെ നിന്ന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. ഇനി നോക്കിക്കേ, ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ കമ്പനം എന്ന് വിളിക്കുന്നു. ദോലനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓസിലേഷൻ ആണ്. ദോലനത്തിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്ന് പറയുന്നത് ഓസിലേഷൻ ആണ്. ഓസിലേഷൻ. ഊഞ്ഞാലിന്റെ ഉദാഹരണമൊക്കെ ദോലനത്തിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. എന്താണ് ദോലനം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്താണ് കമ്പനം എന്നും മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? എന്താണ് ദോലനം? ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ചലിക്കുന്നതാണ് ദോലനം. എന്നാൽ ദ്രുതഗതിയിലുള്ള ദോലനത്തെയാണ് കമ്പനം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമായിട്ടും ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നോക്കിക്കേ, ഒരു നിശ്ചിത സമയം കൂടുമ്പോൾ ഈ കമ്പനം എന്ത് ചെയ്യുന്നുണ്ട്? ആവർത്തിക്കുന്നുണ്ട്. കമ്പനം വളരെ വേഗത്തിലുള്ള ചലനമാണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. കമ്പനം വളരെ വേഗത്തിലുള്ള ചലനമാണ്. തിരിച്ചു വേണമെങ്കിലൊക്കെ ചോദിക്കാം. അപ്പൊ നോക്കുക, കമ്പനം വളരെ വേഗത്തിലുള്ള ഒരു ചലനമാണ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണത്തെയാണ് ആവൃത്തി എന്ന് പറയുന്നത്. ആവൃത്തി എന്നാൽ എന്താണ്? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം. ഒരു സെക്കൻഡിൽ എത്ര കമ്പനം സംഭവിക്കുന്നു അല്ലെങ്കിൽ എത്ര എണ്ണം വരുന്നു, അതിനെയാണ് ആവൃത്തി എന്ന് പറയുന്നത്. ഓക്കെ, ആവൃത്തി അഥവാ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. കമ്പനം വളരെ വേഗത്തിലുള്ള ചലനമാണ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം, എത്ര എണ്ണമാണോ ഒരു സെക്കൻഡിൽ ഉണ്ടായത്, അതിനെയാണ് നമ്മൾ ആവൃത്തി എന്ന് പറയുന്നത്. ആവൃത്തി കൂടുന്തോറും കമ്പനത്തിന്റെ വേഗതയും കൂടുന്നു. എന്ന് വെച്ചാൽ എന്താ? ഒരു സെക്കൻഡിൽ എത്രത്തോളമാണോ അതിൽ ആവൃത്തി കൂടുന്നത്, അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്രത്തോളം കമ്പനമാണ്, എണ്ണമാണ് അവിടെ നടക്കുന്നത്, അതനുസരിച്ചിട്ടായിരിക്കും അതിന്റെ വേഗതയും, കമ്പനത്തിന്റെ വേഗതയും കൂടുന്നത്. ഒരു സെക്കൻഡിൽ എത്ര ആവൃത്തി കൂടുന്നോ അതനുസരിച്ചിട്ട് കമ്പനത്തിന്റെ വേഗതയും കൂടുന്നു. കമ്പനത്തിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നതാണ് നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള ഗിറ്റാറും വയലിനും ഒക്കെ. സ്ട്രിങ് യൂസ് ചെയ്തിട്ടാണ് അതിൽ സൗണ്ട് ഉണ്ടാവുന്നത് അല്ലേ? അവിടെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഏതെന്ന് പറയുന്നത്? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അതായത് കമ്പനത്തിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്നതാണ് ഗിറ്റാറും അതുപോലെ തന്നെ വയലിനും ഒക്കെ. അതിന്റെ സ്ട്രിങ്സിൽ നമ്മൾ തട്ടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ശബ്ദം എന്ന് പറയുന്നത് കമ്പനത്തിന്റെ ഉദാഹരണങ്ങളാണ്. മൊബൈൽ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നതും ഒരു തരത്തിലുള്ള കമ്പനമാണ്. അപ്പൊ നമുക്ക് കമ്പനങ്ങൾക്ക് ഉദാഹരണമായിട്ട് ഏറ്റവും നന്നായിട്ട് പറയാൻ കഴിയുന്ന കാര്യമാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള ഗിറ്റാറും വയലിനും ഒക്കെ. അതുപോലെ മൊബൈൽ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നതും ഒരു തരത്തിലുള്ള കമ്പനമാണ്.
അപ്പോൾ ഇത് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഈ ഒരു ദോലനവും കമ്പനവും തമ്മിലൊന്നും തിരിഞ്ഞു പോകരുത്. ദോലനം ഒരു തുലനാവസ്ഥയെ ആസ്പദമാക്കി ചലിക്കുന്നു. കമ്പനം എന്ന് പറയുന്നത് ദ്രുതഗതിയിലുള്ള അല്ലെങ്കിൽ വളരെ വേഗത്തിലുള്ള ദോലനത്തെയാണ് കമ്പനം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നോക്കിക്കേ, എന്താണ് ഈ ഒരു ശബ്ദവും കമ്പനവും തമ്മിലുള്ള ബന്ധം? ഞാൻ പറഞ്ഞു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് കമ്പനത്തിന് ഉദാഹരണമാണ് എന്ന് പറഞ്ഞു. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ശബ്ദം വേണം അല്ലേ? അതായത് നമ്മുടെ ഗിറ്റാർ പ്ലേ ചെയ്യുന്ന ടൈമിലും വയലിനിൽ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്തും ഒക്കെ ശബ്ദം വരുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു ശബ്ദം വരുന്നത്? എങ്ങനെയാണ് ഈ ശബ്ദവും കമ്പനവും തമ്മിലുള്ള ബന്ധം വരുന്നത്? ഒന്ന് നോക്കിക്കേ. കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ഏത് ശബ്ദം ഉണ്ടാകുമ്പോഴും അതിന് കാരണമായി ഏതെങ്കിലും ഒരു വസ്തു കമ്പനം ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഹാമർ വെച്ച് ട്യൂണിംഗ് ഫോർക്കിൽ തട്ടുമ്പോഴുണ്ടാവുന്ന ശബ്ദം. നമ്മളിങ്ങനെ ചെവിയോട് അടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ കമ്പനത്തിൽ കൂടി നമുക്ക് എന്ത് കേൾക്കാനായിട്ട് സാധിക്കും? ഒരു സൗണ്ട് കേൾക്കാൻ, ഒരു ചെറിയ തോതിലുള്ള ഒരു ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കും. അതെന്തുകൊണ്ടാണ് എന്നാണ് ഇവിടെ പറയുന്നത്. കമ്പനം മൂലമാണ് ഈ ഒരു ശബ്ദം ഉണ്ടാകുന്നത്. ദ്രുതഗതിയിൽ ഈ ദോലനം നടക്കുന്നത് കൊണ്ടാണ് അവിടെ എന്തുണ്ടാവുന്നത്? ശബ്ദം ഉണ്ടാവുന്നത്. ഏത് ശബ്ദം ഉണ്ടാകുമ്പോഴും അതിന് കാരണമായിട്ട് ഏതെങ്കിലും ഒരു വസ്തു കാണും അല്ലെങ്കിൽ കമ്പനം ചെയ്യുന്നുണ്ട്. നമ്മുടെ തൊണ്ടയിലെ സ്വനപേടകത്തിലെ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുന്നത് മൂലമാണ് നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. കമ്പനം എന്ന് വെച്ചാൽ വൈബ്രേഷൻ ആണ്, മറക്കരുത്. വേറെ വലിയ എന്തോ ടേമാണെന്നൊന്നും വിചാരിക്കണ്ട. നമ്മുടെ തൊണ്ടയിലുള്ള സ്വനപേടകത്തിലെ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുന്നത് മൂലമാണ്. ഞാനിവിടെ സംസാരിക്കുമ്പോൾ പോലും എനിക്ക് ആ ഒരു കമ്പനം അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും അല്ലേ? അപ്പോൾ ആ ഒരു തൊണ്ടയിലെ സ്വനപേടകത്തിലെ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുന്നത് മൂലമാണ് നമുക്ക് ഈ ഒരു ശബ്ദം പുറപ്പെടുവിക്കാനായിട്ട് കഴിയുന്നത്. ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യിച്ച് ചെവിയുടെ അടുത്ത് പിടിച്ചാൽ നമുക്കൊരു ശബ്ദം കേൾക്കാൻ കഴിയും. വലിച്ചു കെട്ടിയ കമ്പികൾ വ്യത്യസ്ത രീതിയിൽ കമ്പനം ചെയ്യിച്ചാണ് വീണ, അതുപോലെ വയലിൻ തുടങ്ങിയവയിലെല്ലാം സംഗീതം ഉണ്ടാവുന്നത്. ചെണ്ട പോലുള്ള വാദ്യങ്ങളിൽ ഡയഫ്രം ആണ് കമ്പനം ചെയ്യുന്നത്. അപ്പൊ ചെണ്ടയിൽ ഉണ്ടാവുന്നത് എവിടെയാണ്? ഡയഫ്രത്തിലാണ് ആ ഒരു കമ്പനം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അവിടെ ശബ്ദം വരുന്നത്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. ചെണ്ട പോലുള്ള വാദ്യങ്ങളിൽ അല്ലെങ്കിൽ ചെണ്ടയിലെ ഡയഫ്രം ഏത് തരത്തിലുള്ള ചലനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനമാണ് എന്ന് കൃത്യമായിട്ട് ആൻസർ എഴുതുക. ചെണ്ടയിലെ ഡയഫ്രം എന്തിന് ഉദാഹരണമാണ്? കമ്പനം, കമ്പനത്തിന് ഉദാഹരണമാണ്. അപ്പൊ വീണ, വയലിൻ, അതുപോലെ തന്നെ ചെണ്ട പോലുള്ള വാദ്യങ്ങളിൽ ഡയഫ്രം കമ്പനം ചെയ്യുന്നു. ഓടക്കുഴൽ, ഹാർമോണിയം എന്നിവയിൽ വായുവാണ് കമ്പനം ചെയ്യുന്നത്. ഇവിടെ എന്താണ് കമ്പനം ചെയ്യുന്നത്? വായു. ചെണ്ട പോലുള്ള വാദ്യങ്ങളിൽ ഡയഫ്രത്തിലാണ് കമ്പനം വരുന്നത്. എന്നാൽ ഹാർമോണിയം, അതുപോലെ തന്നെ ഓടക്കുഴൽ എന്നിവയിലൊക്കെ കമ്പനം ചെയ്യുന്നത് ആരാണ്? വായുവാണ് കമ്പനം ചെയ്യുന്നത്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതാണ് ശബ്ദവും കമ്പനവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ. കുറച്ചിവിടെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഒന്ന് നിങ്ങൾ പറയാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ശ്രമിച്ചു നോക്കുക. സീസോ ദോലനത്തിന് ഉദാഹരണമാണെന്ന് പറഞ്ഞു. സീസോ അറിയാലോ, നമ്മൾ പാർക്കിലൊക്കെ കളിക്കുന്ന ആ ഒരു റൈഡാണ് സീസോ എന്ന് പറയുന്നത്. ഇനി ക്ലോക്കിലെ സൂചി എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് ചലിക്കുന്നത്? ഈ രീതിയിലായിരിക്കും ചലിക്കുന്നത് അല്ലെ? വൃത്തപാതയിൽ കൂടിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഏത് ചലനത്തിന് ഉദാഹരണമാണ്? വർത്തുള ചലനം അല്ലെ? വർത്തുള ചലനത്തിന് ഉദാഹരണമാണ് ഏതെന്ന് പറയുന്നത്? ക്ലോക്കിലെ സൂചി എന്ന് പറയുന്നത്. ഇനി പമ്പരം ഏത് തരത്തിലുള്ള ചലനത്തിന് ഉദാഹരണമാണ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞത് തന്നെയാണ് ഭ്രമണ ചലനം അല്ലെ? ഭ്രമണ ചലനം അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ഭ്രമണ ചലനത്തിന് ഉദാഹരണമാണ് ഏത്? പമ്പരം. വീണയിലെ കമ്പി എന്ന് പറയുന്നത് ഏതിന് ഉദാഹരണമാണ്? ഇമ്പമുള്ള ശബ്ദം ഉണ്ടാക്കുന്നുണ്ടെന്ന് അവിടെ എടുത്തു പറയുന്നുണ്ട് അതിന്റെ പ്രയോജനം. അങ്ങനെ വരുമ്പോൾ ഏതാണ് വീണയിലെ കമ്പി എന്ന് പറയുന്നത്? കമ്പനത്തിന് ഉദാഹരണം ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് ഇവിടെ ഈ ഒരു ഷീറ്റും കൂടി വർക്ക്ഔട്ട് ചെയ്തേ ഉള്ളൂ. പഠിച്ചു പോകുമ്പോൾ നമുക്കൊന്ന് ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും, അതുകൊണ്ടാണ്. ഇനി നോക്കുക, എന്താണ് ബലവും ചലനവും തമ്മിലുള്ള റിലേഷൻ എന്നാണ് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കണം. ചലിക്കുന്ന വസ്തുക്കളുടെ ചലന വേഗതയിൽ മാറ്റം വരുത്താനും ദിശ മാറ്റാനും ബലം പ്രയോഗിക്കണം. ഓക്കെ, എന്താണ് ബലവും ചലനവും? ഞാൻ ഇവിടെ നിശ്ചലമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. എന്നെ വന്ന് ആരെങ്കിലും പുറമെ എക്സ്റ്റേണലി വന്ന് എന്നെ ഒന്ന് തള്ളുവാണെങ്കിൽ, അതായത് എൻ്റെ ബോഡിക്ക് മേൽ അവിടെ നിന്ന് എക്സ്റ്റേണലി ഒരു ബലം വന്ന് പ്രയോഗിക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ചലിക്കും അല്ലെങ്കിൽ അനങ്ങും അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ
ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ വന്ന് ഒരാൾ പിടിച്ച് നിർത്തുവാണെങ്കിൽ ആ ഓടിക്കൊണ്ടിരുന്ന ചലിച്ചുകൊണ്ടിരുന്ന എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ എന്തുപയോഗിച്ചു? ഒരു ബലം ഉപയോഗിച്ചു. അപ്പൊ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കണം. തട്ടിക്കൊണ്ടിരിക്കുന്ന, കളിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉരുണ്ടു പൊക്കൊണ്ടിരിക്കുന്ന ഒരു ബോൾ, ആ ബോളിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ കാല് വെച്ച് എൻ്റെ കാല് കൊണ്ട് ഒരു ബലം പ്രയോഗിക്കുമ്പോഴായിരിക്കും ആ ബോൾ എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്ന ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും എന്തുപയോഗിക്കണം? ബലം പ്രയോഗിക്കണം. ബലം പ്രയോഗിക്കണം. ചലിക്കുന്ന വസ്തുക്കളുടെ ചലന വേഗതയിൽ മാറ്റം വരുത്താനും ദിശ മാറ്റാനും ബലം പ്രയോഗിക്കണം, അല്ലെ? അതായത് ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വേഗത എനിക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കൂടുതൽ ബലം അവിടെ പ്രയോഗിക്കണം. എന്നാൽ അതിന്റെ ദിശ മാറ്റിക്കൊടുക്കാനാണെങ്കിലും ഞാൻ ബലം പ്രയോഗിച്ചാണ് ആ ദിശ എന്ത് ചെയ്യേണ്ടത്? മാറ്റേണ്ടത്. അതുപോലെ തന്നെ ചലന വേഗതയിൽ കൂട്ടാനാണെങ്കിലും കുറയ്ക്കാനാണെങ്കിലും അവിടെ ഒരു ബലം പ്രയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ബലവും ചലനവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ബലവും ചലനവും എന്ന് പറയുമ്പോൾ എന്താണ്? നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളായിക്കോട്ടെ ചലിക്കുന്ന വസ്തുക്കളായിക്കോട്ടെ അവയെ ചലിപ്പിക്കാനോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാക്കാനോ വേണ്ടിയിട്ട് ഒരു ബലം പ്രയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സൈക്കിളിന്റെ കാര്യം നോക്കിക്കേ. അതായത് നമ്മൾ സൈക്കിള് ചവിട്ടുന്നത് എങ്ങനെയാണ്? ഈ ഒരു സൈക്കിളിന്റെ പ്രവർത്തനം നടക്കുന്നത്, നമ്മൾ ചവിട്ടുന്നത് അല്ലെങ്കിൽ ആ ഒരു ബലം കൊടുക്കുന്നത് സൈക്കിളിന്റെ ഈ പെഡലിലാണ്, അല്ലെ? നമ്മൾ കയറി ഇരുന്നിട്ട് ഈ ഒരു പെഡലിലാണ് ചവിട്ടുന്നത്, നമ്മുടെ കാല് കൊണ്ട് ചവിട്ടുന്നത്. പക്ഷെ സൈക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. ഒരു സ്ഥലത്ത് പ്രയോഗിക്കുന്ന ബലം മറ്റൊരു സ്ഥലത്തെ അല്ലെങ്കിൽ ആ ഒരു വസ്തുവിനെ എന്ത് ചെയ്യുന്നു? ചലിപ്പിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനം നടക്കുന്നത്? ബലം ഒരിടത്തും ചലനം മറ്റൊരിടത്തും. ഒരു യന്ത്രഭാഗത്ത് നൽകുന്ന ബലത്തെ മറ്റു ഭാഗങ്ങളിലേക്കോ എത്തിച്ച് അവയെ ചലിപ്പിക്കാനായിട്ട് സാധിക്കും. അതിനുപയോഗിക്കുന്ന കുറച്ച് വസ്തുക്കളാണ് ചെയിൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബെൽറ്റ്, ചക്രം, ആക്സിൽ തുടങ്ങിയ സംവിധാനങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ഈ ഒരു പെഡലിൽ ചവിട്ടുമ്പോൾ ഇവിടെ 2 ചക്രങ്ങളുണ്ട്, ഒരു ചെയിൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പെഡൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചെയിൻ വഴി ഈ ചക്രങ്ങൾ എന്ത് ചെയ്യുന്നു? കറങ്ങുന്നു. അതുവഴിയാണ് ഈ ശരിക്കുമുള്ള ഈ ഒരു വീലൊക്കെ കറങ്ങി നമുക്ക് സൈക്കിള് ചവിട്ടാനായിട്ട് പറ്റുന്നത്. ഒരു യന്ത്രഭാഗത്ത് നൽകുന്ന ബലത്തെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിച്ച് അവയെ ചലിപ്പിക്കാൻ സാധിക്കുന്നു. അതാണ് ബലവും ചലനവും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. ഇവിടെ കൊടുക്കുന്ന ബലം കൊണ്ട് ചലിക്കുന്നത് ആരാണ്? ഈ ഒരു സൈക്കിളാണ്. അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ചെയിന്, ബെൽറ്റ്, ചക്രം, ആക്സിലൊക്കെ തുടങ്ങിയവ. ഓക്കെ ആണല്ലോ? കണ്ടോ, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ചക്രം ഇവിടെ തന്നിട്ടുണ്ട്. 2 ചക്രമുണ്ട്, ഒന്ന് ചെറുതും അതുപോലെ തന്നെ വലിയ ചക്രവും തന്നിട്ടുണ്ട്. ഈ ചെറിയ ചക്രവും വലിയ ചക്രവും തമ്മിൽ എന്താണ്? കണക്ട് ചെയ്യുന്ന ഒരു ചെയിനും തന്നിട്ടുണ്ട്. ഈ രീതിയിൽ ഇത് പ്രവർത്തിക്കുമ്പോഴാണ് സൈക്കിള് ചലിച്ച് മുന്നോട്ട് പോകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്കിക്കേ, എന്താണ് പൽചക്രം? നമ്മൾ നേരത്തെ ഇമേജിൽ കണ്ടതാണ്. ഒരു ചെറിയ ചക്രം ഉണ്ടായിരുന്നു, ഒരു വലിയ ചക്രം ഉണ്ടായിരുന്നു. അതിനെ കണക്ട് ചെയ്ത് ഒരു ചെയിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. പെഡലിൽ കൊടുക്കുന്ന ബലം ഈ ചക്രത്തെ കറക്കുന്നു, ചെയിൻ അതിനെ സഹായിക്കുന്നു. അങ്ങനെയാണ് ഒരു സൈക്കിള് മൂവ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് പൽചക്രം? നമ്മുടെ SCRTയിൽ ലാസ്റ്റ് കൊടുത്തിട്ടുള്ള പോർഷനാണ് ഈ ഒരു പൽചക്രം. വലിയ ചക്രം ഉപയോഗിച്ച് ചെറിയ ചക്രം കറക്കുമ്പോൾ വേഗത കൂടുന്നു. ചെറിയ ചക്രം ഉപയോഗിച്ച് വലിയ ചക്രം കറക്കുമ്പോൾ വേഗത എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം പൽചക്രം റിലേറ്റ് ചെയ്തിട്ട്. വലിയ ചക്രം ഉപയോഗിച്ച് ചെറിയ ചക്രത്തെ കറക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വേഗത കൂടുന്നു. അതുപോലെ ചെറിയ ചക്രം ഉപയോഗിച്ച് വലിയ ചക്രത്തെ കറക്കുമ്പോൾ വേഗത കുറയുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. വലുതിനെ യൂസ് ചെയ്ത് ചെറുതിനെ കറക്കുമ്പോൾ ഒബ്വിയസ്ലി പെട്ടെന്ന് എന്ത് ചെയ്യും? വേഗത കൂടും. ചെറുത് ഉപയോഗിച്ച് വലുതിനെ നമുക്ക് കറക്കുന്നത് കുറച്ച് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യാണ്? വേഗത കുറയുവാണ്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. വലിയ ചക്രം ഉപയോഗിച്ച് ചെറിയ ചക്രം കറക്കുമ്പോൾ വേഗത കൂടുന്നു. ചെറിയ ചക്രം ഉപയോഗിച്ച് വലിയ ചക്രം കറക്കുമ്പോൾ വേഗത കുറയുന്നു. സൈക്കിളിലും വലിയ പൽചക്രം ഉപയോഗിച്ച് ചെറിയ പൽചക്രം എന്ത് ചെയ്യാണ്? കറക്കുവാണ് ചെയ്യുന്നത്. ആ ഒരു മെക്കാനിസം അവിടെ സംഭവിക്കുമ്പോഴാണ് സൈക്കിളും മൂവ് ചെയ്യുന്നത്. പൽചക്ര സംവിധാനത്തിൽ പൊതുവെ വ്യത്യസ്ത വലിപ്പത്തിലുള്ള ചക്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചലന വേഗത കൂട്ടാനും കുറയ്ക്കാനും ദിശ മാറ്റാനും സഹായിക്കുന്നത്. ഇതാണ് പൽചക്രം എന്ന് പറയുന്നത്. ഇവിടെ വിവിധ തരത്തിലുള്ള വിവിധ സൈസിലുള്ള പൽചക്രങ്ങൾ വ്യത്യസ്ത വലിപ്പത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? ചലന വേഗത കൂട്ടാനും കുറയ്ക്കാനും. ഇത് ശ്രദ്ധിക്കുക. ചലന വേഗത കൂട്ടാനും കുറയ്ക്കാനും ദിശ മാറ്റാനും ഒക്കെയാണ് ഈ പൽചക്രങ്ങൾ വ്യത്യസ്ത വലിപ്പത്തിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ?
ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ ഓർക്കുക, നിങ്ങൾ പൽചക്ര സംവിധാനത്തിൽ വ്യത്യസ്ത വലിപ്പത്തിലുള്ള ചക്രങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്താണ്? ചലനവേഗത കൂട്ടാനോ അല്ലെങ്കിൽ ചലനവേഗത കുറയ്ക്കാനോ അല്ലെങ്കിൽ ദിശ മാറ്റാനോ ഒക്കെയാണ് ഇതുപോലുള്ള പൽചക്രങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് പഠിച്ചത്. എന്താണ് ചലനം എന്ന് പഠിച്ചു, എന്താണ് നിശ്ചലാവസ്ഥ, അവലംബക ബോഡി എന്നാൽ എന്താണ്, അല്ലെങ്കിൽ റെഫറൻസ് ബോഡി എന്നാൽ എന്താണ്, അവലംബക വസ്തു എന്നാൽ എന്താണ്, റെഫറൻസ് ബോഡി എന്നാൽ എന്താണെന്നൊക്കെ നമ്മൾ അവിടെ ക്ലിയർ ആയിട്ട് പഠിച്ചു. വിവിധ തരത്തിലുള്ള ചലനങ്ങൾ ഏതൊക്കെയാണ്, ആ ചലനങ്ങൾക്കുള്ള ഉദാഹരണം ഏതൊക്കെയാണ്, എന്താണ് പൽചക്രം, ഇതിന്റെ ഒരു മെക്കാനിസം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു പാഠഭാഗത്തിൽ പഠിച്ചു. ഇനി ഒരു 1-2 ചോദ്യങ്ങൾ കൂടി നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഇത്രയും നേരം ക്ലാസ് കേട്ടോണ്ടിരുന്നു, നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം ഈ ഒരു ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് നേരിട്ട് ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. എന്താണ് ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കാവുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചെയ്തു നോക്കാൻ കഴിയുന്ന ചോദ്യങ്ങൾ? ഇത് നോക്കിക്കേ, ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഈ ഒരു പാഠഭാഗത്തിന്റെ അവസാനം തന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ അതുപോലെ ഇതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കാം PSC യുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്, തെറ്റായവ തിരുത്തി എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തിരുത്തി എഴുതാനൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഓപ്ഷൻ എ ആയിട്ട് തന്നിരിക്കുന്നത്, ഒരു വസ്തുവിന്റെ ചലനവേഗം വർദ്ധിപ്പിക്കുന്നതിനും കുറയ്ക്കുന്നതിനും ബലം പ്രയോഗിക്കണം. നമ്മൾ പഠിച്ചു അല്ലേ? അതെ, അങ്ങനെയാണ് പഠിച്ചത്. ഒരു വസ്തുവിന്റെ ചലനവേഗം കൂട്ടാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ നമുക്ക് എന്ത് ചെയ്യാം, ബലം പ്രയോഗിക്കാം. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബി, വേഗം കൂട്ടുന്നതിന് മാത്രമാണ് പൽചക്രങ്ങൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? വേഗം കൂട്ടാനും കുറയ്ക്കാനും ദിശ മാറ്റാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പൽചക്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വേഗം കൂട്ടാൻ മാത്രമല്ല നമ്മൾ പൽചക്രങ്ങൾ ഉപയോഗിക്കുന്നത്. സിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭൂമിയിൽ നിശ്ചലമാണെന്ന് കരുതുന്ന എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം ചലിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, നമ്മൾ എക്സാമ്പിൾ സഹിതം മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഭൂമിയിൽ നിശ്ചലമാണെന്ന് കരുതുന്ന എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം ചലിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. അടുത്തെന്താ? ക്ലോക്കിലെ സൂചി തിരിയുന്നത് നേർരേഖാ ചലനമാണ്. നേർരേഖാ ചലനമാണോ ക്ലോക്കിലെ സൂചി എന്ന് പറയുന്നത്? അല്ല അല്ലേ, ഒരു വൃത്തപാതയിൽ കൂടിയാണ് അത് ചലിക്കുന്നത്. വർത്തുള ചലനമാണ്. അങ്ങനെ വരുമ്പോൾ ഇതും തെറ്റാണ്. അപ്പൊ ഇവിടെ ശരിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് എയും ബിയും മാത്രമാണ്. ക്ലിയർ ആണല്ലോ? അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്? എല്ലാ ദോലനങ്ങളും കമ്പനങ്ങളാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള ചലനം ഭ്രമണത്തിന് ഉദാഹരണമാണ്. 3, നേർരേഖയിലൂടെയുള്ള ചലനമാണ് രേഖാചലനം. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശത്തേക്കുമുള്ള ചലനമാണ് ദോലനം എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് ഈ തന്നിരിക്കുന്നതെല്ലാം. ആദ്യം തന്നെ നോക്കിക്കേ, എല്ലാ ദോലനങ്ങളും കമ്പനങ്ങളാണ്. അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? എല്ലാ കമ്പനങ്ങളും ദോലനങ്ങൾക്ക് ഉദാഹരണമാണ്, അല്ലെങ്കിൽ ദോലനങ്ങളാണ്. എല്ലാ കമ്പനവും ദോലനങ്ങളാണ്. എന്നാൽ എല്ലാ ദോലനവും കമ്പനം അല്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. എല്ലാ ദോലനങ്ങളും കമ്പനങ്ങളാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 2, ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള ചലനം ഭ്രമണത്തിന് ഉദാഹരണമാണ് എന്ന് പറയുന്നു. നമ്മൾ അങ്ങനെയാണോ പഠിച്ചത്? സ്വന്തം അക്ഷത്തെ ആസ്പദമാക്കി കറങ്ങുന്നതിനെയാണ് ഭ്രമണചലനം എന്ന് പറയുന്നത്. അതായത് അച്ചുതണ്ടിനെ ആസ്പദമാക്കി ഭൂമി കറങ്ങുന്നതിനെയാണ് ഭ്രമണചലനം എന്ന് പറഞ്ഞു. ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള ചലനത്തെ പരിക്രമണ ചലനം എന്നാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. 3 എന്താണ്? നേർരേഖയിലൂടെ ചലനമാണ് നേർരേഖാചലനം അല്ലെങ്കിൽ രേഖാചലനം. നേർരേഖയിലൂടെയുള്ള ചലനത്തെയാണ് നേർരേഖാചലനം അല്ലെങ്കിൽ രേഖാചലനം എന്ന് പറയുന്നതെന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഓപ്ഷൻ 3 ശരിയാണ്. 4ാമത്തെ എന്താ? ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശത്തേക്കുമുള്ള ചലനമാണ് ദോലനം. ഒരു തുലന സ്ഥാനമുണ്ട്. ആ തുലന സ്ഥാനത്തെ ആസ്പദമാക്കി 2 വശങ്ങളിലേക്കും ചലിക്കുന്നതിനെയാണ് ദോലനം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു അല്ലെ? അത് തന്നെയാണ് ദോലനം. ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. അങ്ങനെ വരുമ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശരിയായിട്ട് വരുന്നത്
3ഉം 4ഉമാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്ന ഉത്തരം എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ഒരു വസ്തുവിന്റെ നേർരേഖയിലുള്ള ചലനത്തെ എന്തെന്നാ നമ്മൾ പഠിച്ചത്? വർത്തുള ചലനമാണോ, നേർരേഖാ ചലനമാണോ, ഭ്രമണ ചലനമാണോ, ദോലനമാണോ? ഒരു വസ്തുവിന്റെ നേർരേഖയിലൂടെ ചലനമാണ് നേർരേഖാ ചലനം അല്ലെ, അല്ലെങ്കിൽ രേഖാചലനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. വസ്തുക്കളുടെ വൃത്താകാരമായ പാതയിലുള്ള ചലനമാണ് എന്ത് ചലനം? ഓപ്ഷൻ എ വർത്തുള ചലനം, ഓപ്ഷൻ ബി നേർരേഖാ ചലനം, ഓപ്ഷൻ സി ഭ്രമണ ചലനം, ഓപ്ഷൻ ഡി ദോലനം. വസ്തുക്കളുടെ വൃത്താകാരമായ പാതയിലുള്ള ചലനമാണ് ഏതെന്ന് നമ്മൾ പഠിച്ചു? വർത്തുള ചലനം എന്ന് പഠിച്ചു അല്ലെ. അപ്പൊ വർത്തുള ചലനമാണ് വൃത്താകാരമായ പാതയിലൂടെയുള്ള ചലനം. അടുത്ത ചോദ്യം നോക്കുക. താഴെ തന്നിരിക്കുന്നവ ശ്രദ്ധിക്കുക. 1 ഊഞ്ഞാലിന്റെ ചലനം, 2 സ്പ്രിങ്ങിലെ ഭാരം, 3 വാഹനത്തിലെ വൈപ്പറിന്റെ ചലനം. ഇവ ഏത് ചലനത്തിന് ഉദാഹരണമാണ്? ഇവിടെ ഏതൊക്കെ തന്നിട്ടുണ്ട്? നേർരേഖാ ചലനം, ഭ്രമണ ചലനം, അതുപോലെ ദോലനം, വർത്തുള ചലനം. ഏത് ഉദാഹരണമാണ് ഇതിന് നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ ഏത് ചലനമാണ് നമ്മൾ ഇതിന് എക്സാമ്പിളായിട്ട് പഠിച്ചത്? ഊഞ്ഞാലിന്റെ ചലനം, സ്പ്രിങ്ങിലെ ഭാരം അല്ലെ, ഊഞ്ഞാലിന്റെ ചലനം, സ്പ്രിങ്ങിലെ ഭാരം, അതുപോലെ വാഹനത്തിന്റെ വൈപ്പറിന്റെ ചലനം. ഇതൊക്കെ ഏതിന് ഉദാഹരണമാണ്? ദോലനം അല്ലെ. ദോലനത്തിന് ഉദാഹരണമാണ് ഈ പറഞ്ഞിരിക്കുന്നവയെല്ലാം. അപ്പോൾ ദോലനത്തിന് ഉദാഹരണമാണ് ഊഞ്ഞാലിന്റെ ചലനം, സ്പ്രിങ്ങിലെ ഭാരം, വാഹനത്തിലെ വൈപ്പറിന്റെ ചലനം ഒക്കെ. അപ്പോൾ ഓപ്ഷൻ സി ആയിട്ടുള്ള ദോലനമാണ് ഇവിടെ ശരിയായിട്ട് വരുന്ന ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ചലനം നിത്യജീവിതത്തിൽ എന്ന SCERT പാഠഭാഗം 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ വരുന്ന പോർഷനാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. ഇനി മറ്റൊരു SCERT സെഷനുമായിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.